ഹായ് ഗൈസ്, എന്റെ പേര് ബീഗം സുൽത്താന. വെൽക്കം ബാക്ക് ടു എക്കണോമിക് സോഷ്യോളജി ക്ലാസ്സസ്. അപ്പോ നിങ്ങൾ എല്ലാവരും ഇൻട്രൊഡക്ഷൻ ക്ലാസ് കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നമ്മൾ ബേസിക്കലി ഏതൊക്കെ ടോപ്പിക്സ് ആണ് കവർ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ബ്ലോക്ക് 1 ആയ ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക് സോഷ്യോളജിയിലെ യൂണിറ്റ് 1 ആണ് കവർ ചെയ്യുന്നത്. അതായത് യൂണിറ്റ് 1 ആയിട്ടുള്ള സൊസൈറ്റി, കൾച്ചർ ആൻഡ് എക്കണോമി നമ്മൾ ബേസിക്കലി ഈ ഒരു യൂണിറ്റ് 2 പാർട്ടായിട്ടാണ് കവർ ചെയ്യാൻ ശ്രമിക്കുന്നത്. പാർട്ട് 1 നമ്മള് ബേസിക്കലി ഇക്കണോമിക്കും സോഷ്യോളജി ആയിട്ടുള്ള ലൈക്ക് റിലേഷൻഷിപ്പ് എന്താണ്, നമ്മളെ മെയിൻ തിയറിസ്റ്റുകളെ പറ്റി പറയുന്നുണ്ട്. മെയിൻ തിയറിസ്റ്റുകൾ നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് 3 തിയറിസ്റ്റുകളായ കാൾ മാർക്സ്, ഡർക്കീം, വെബർ, ഇവരെ 3 പേരെയാണ് നോക്കുന്നത്. പാർട്ട് 2 ക്ലാസ്സസിൽ നമ്മൾ ബാക്കിയുള്ള തിയറിസ്റ്റുകളെയും പിന്നെ 2-3 എക്സ്ട്രാ ടോപ്പിക്സും കവർ ചെയ്തിട്ട് നമ്മൾ യൂണിറ്റ് 2 തീർക്കുന്നതായിരിക്കും. സോ ലെറ്റ്സ് ജമ്പ് ഔട്ട് ഓഫ് ക്ലാസ്സസ്. അപ്പോ ഈ ഒരു യൂണിറ്റ് കൊണ്ട് നമുക്ക് എന്താണ് നേടാൻ പറ്റുക, അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റ് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്തൊക്കെ മനസ്സിലാവും എന്നുള്ളതാണ് ഞാൻ ആദ്യം പറയാൻ ശ്രമിക്കുന്നത്. സോ മെയിൻലി ആദ്യം നമുക്ക് മനസ്സിലാവേണ്ടത് എന്താണ് എക്കണോമിക്സും സോഷ്യോളജി ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, എങ്ങനെ നമുക്ക് ഈ 2 ഡിസിപ്ലിനെയും കണക്ട് ചെയ്യാം. രണ്ടാമത്തെ കാര്യം സൊസൈറ്റി, കൾച്ചർ ആൻഡ് എക്കണോമി, അതാണ് നമ്മുടെ യൂണിറ്റിന്റെ പേര് തന്നെ. ഈ 3 സംഭവങ്ങൾ എങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാം, എന്താണ് ഈ 3 സൊസൈറ്റി, കൾച്ചർ ആൻഡ് എക്കണോമി 3 സംഭവത്തിന്റെയും റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, അത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത്. മൂന്നാമത്തത് കോർ ഐഡിയാസ് ഓഫ് ക്ലാസിക്കൽ തിങ്കേഴ്സ്, അതായത് ഇക്കണോമിക്സ്, സോഷ്യോളജി, ഇവർ തന്നെയാണ് സോഷ്യോളജിയുടെയും ക്ലാസിക്കൽ തിങ്കേഴ്സ്. ഇവരുടെ ഒക്കെ കോർ ഐഡിയാസ്, ഇതിൽ നമ്മൾ ആരെയൊക്കെ കവർ ചെയ്യും? കാൾ മാർക്സ്, മാക്സ് വെബർ, എമൽ ഡർക്കീം, ജോർജ് സിമ്മർ, തോൾസ്റ്റൈൻ വെബ്ലൻ, ടാൽക്കോട്ട് പാഴ്സൺസ് ആൻഡ് സ്മെൽസർ, ഇവരൊക്കെയാണ് നമ്മൾ ക്ലാസിക്കൽ തിങ്കേഴ്സിൽ കവർ ചെയ്യാൻ പോകുന്ന തിയറിസ്റ്റുകൾ. പിന്നെ നാലാമതായി നമ്മൾ നോക്കുന്നത് ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്താണ്, അതിന്റെ കോൺട്രഡിക്ഷൻസ് എന്താണ്, അതിന്റെ ഇഷ്യൂസ് എന്താണ്, എന്താണ് ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ അഞ്ചാമതായി നമ്മൾ നോക്കുന്നത് വാഷിംഗ്ടൺ കോൺസെൻസസ്, എന്താണ് വാഷിംഗ്ടൺ കോൺസെൻസസ്, അതെങ്ങനെയാണ് ഇക്കണോമിക് സോഷ്യോളജി എന്ന് പറയുന്ന ഡിസിപ്ലിനിൽ ഇമ്പോർട്ടന്റ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ബേസിക്കലി നോക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ യൂണിറ്റ് 1 കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ. അപ്പോ ഇതിൽ നമ്മൾ എന്താ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് സൊസൈറ്റി, എന്താണ് കൾച്ചർ, എന്താണ് എക്കണോമി, ഈ 3 കാര്യങ്ങൾ നമുക്ക് അറിയായിരിക്കും. പക്ഷെ ഈ 3 കാര്യങ്ങൾ എങ്ങനെയാണ് റിലേറ്റ് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ എക്കണോമിക് സോഷ്യോളജിയിൽ ഈ സൊസൈറ്റി, കൾച്ചർ, എക്കണോമി എങ്ങനെ ഇമ്പോർട്ടൻസ് ഉണ്ടാവുക എന്നുള്ളത്, അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷനും എക്സ്പ്ലനേഷനും നമ്മൾ നോക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ 3 സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ആസ്പെക്ടുകൾ, അതായത് സൊസൈറ്റിയും കൾച്ചറും എക്കണോമി ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ആസ്പെക്ടുകളാണ്. അപ്പൊ ഇത് എങ്ങനെയാണ് കൾച്ചറലിയും സോഷ്യലിയും നമ്മൾ ലിങ്ക് ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ നോക്കാം. പിന്നെ സോഷ്യോളജിയും സോഷ്യൽ സയൻസസും എങ്ങനെയാണ് എക്കണോമിക്സുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, എക്കണോമിക്സും സോഷ്യോളജിയും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അറേനയാണ്. അപ്പോൾ എങ്ങനെയാണ് സോഷ്യോളജി അല്ലെങ്കിൽ സോഷ്യൽ സയൻസസ് നമുക്ക് എക്കണോമിക്സുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്, ഇതാണ് നമ്മൾ ബേസിക്കലി നോക്കാൻ ശ്രമിക്കുന്നത്. അപ്പോ എക്കണോമിക്സ് ആൻഡ് സോഷ്യോളജി, എക്കണോമിക്സ് എന്താന്ന് എല്ലാവർക്കും അറിയാം, സോഷ്യോളജി എന്താന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇത് തമ്മിലുള്ള റിലേഷൻസ് നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്, ഇതൊരു കോപ്പറേഷനും കോംപ്ലിമെന്ററി റിലേഷൻഷിപ്പ് ആയിരിക്കും. അതായത് ഒന്നിനെ കോംപ്ലിമെന്റ് ചെയ്യും. ഇപ്പൊ സോഷ്യോളജിയുടെ ഒരു വളർച്ചയ്ക്ക് എക്കണോമിക്സ് കാരണമാവും, അല്ലെങ്കിൽ എക്കണോമിക്സിന്റെ ഒരു വളർച്ചയ്ക്ക് സോഷ്യോളജി കാരണമാവും. അപ്പൊ 2 ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു കോപ്പറേഷനും കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ്. അതുപോലെ തന്നെ പെരേറ്റോ, വിൽഫ്രഡ് പെരേറ്റോ എന്ന് പറഞ്ഞ ആളെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് സർക്കുലേഷൻ ഓഫ് ഇലൈറ്റ് എന്ന് പറഞ്ഞ തിയറിന്റെ ഒരു പ്രൊപ്പൗണ്ടർ ആണ് വിൽഫ്രഡ് പെരേറ്റോ. അപ്പൊ പെരേറ്റോ പറയാണ്, ഏതൊരു എക്കണോമിക് ഫിനോമിനെ നമ്മൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഏതൊരു എക്കണോമിക് ഫിനോമിനെ നമ്മൾ അനലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു സോഷ്യോളജിക്കൽ ഇൻസൈറ്റിലൂടെ വേണം അനലൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു അനാലിസിസ് ഇൻകംപ്ലീറ്റ് ആണെന്നാണ് ആര് പറയുന്നത്? വിൽഫ്രഡ് പെരേറ്റോ പറയുന്നത്. പിന്നെ ഇക്കണോമിക് സോഷ്യോളജി, ഇപ്പം എക്കണോമിക് സോഷ്യോളജി ആണെങ്കിലും സോഷ്യോളജി ആണെങ്കിലും ആ ഒരു ഡിസിപ്ലിൻ വരാനുണ്ടായിരുന്ന സാഹചര്യം, അല്ലെങ്കിൽ ആ ഒരു ഡിസിപ്ലിൻ ലൈക്ക് ആ ഒരു അതിന്റെ ഒരു ഇവല്യൂഷൻ ഉണ്ടായിരുന്ന സാഹചര്യം എൻഡ് ഓഫ് ദ 18th സെഞ്ചുറി അല്ലെങ്കിൽ ബിഗിനിങ് ഓഫ് ദ 19th സെഞ്ചുറിയിൽ ഉണ്ടായ റാപ്പിഡ് ചേഞ്ചസ് ഇൻ ദ എക്കണോമിക് സ്ട്രക്ചർ ആണ്. എക്കണോമിക് സ്ട്രക്ചറിൽ മാത്രമല്ല, സോഷ്യൽ സ്ട്രക്ചറിലും വളരെ റാപ്പിഡ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടായി. അതിലൊന്നാണ് എന്ത്? ക്യാപിറ്റലിസം, ഇൻഡസ്ട്രിയലൈസേഷൻ, അർബനൈസേഷൻ, റാപ്പിഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്. അതായത് ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്നൊരു ചേഞ്ചസ് ഉണ്ടാകുമ്പോഴത്തേക്കും ആൾക്കാർ എങ്ങനെയാണ് അതിനെ ഒന്ന് കോപ്പപ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ആൾക്കാരുടെ റിയാക്ഷൻ എന്താണ്, നമ്മൾ എങ്ങനെ അതിലൂടെ സ്ട്രൈവ് ചെയ്തു പോകും, നമ്മളെ എക്കണോമി എങ്ങനെ സ്ട്രൈവ് ചെയ്തു പോകും, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവം വന്നപ്പോഴത്തേക്കും നമ്മൾ എക്കണോമിക് സോഷ്യോളജി അല്ലെങ്കിൽ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിന് ആ ഒരു എവല്യൂഷൻ, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താ ആൾക്കാർ മനസ്സിലാക്കാൻ വേണ്ടി തുടങ്ങി. അപ്പൊ ഇനി നമ്മൾ ബേസിക്കലി ഫൗണ്ടേഷൻസ് ഓഫ് എക്കണോമിക് സോഷ്യോളജി. അപ്പൊ ഞാൻ പറഞ്ഞു ബേസിക്കലി എന്താണ് 19th സെഞ്ചുറിയിൽ ഉണ്ടായിരുന്ന റാപ്പിഡ്
ചേഞ്ചസ് ഇൻ ദ എക്കണോമിക് സ്ട്രക്ചർ, അതായത് ക്യാപിറ്റലിസം, അർബനൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ പോലെയുള്ള ചേഞ്ചസ് ആണ് എന്ത് എക്കണോമിക് സോഷ്യോളജിയുടെ തുടക്കക്കാരനായിട്ട് സഹായിച്ചതെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ബേസിക്കലി ഈ എക്കണോമിക് സോഷ്യോളജിയുടെ ഫൗണ്ടേഷൻ ആരൊക്കെയാണ് എക്കണോമിക് സോഷ്യോളജി എന്ന് പറഞ്ഞ ഡിസിപ്ലിന് ഫൗണ്ടേഷൻ കൊടുത്തതെന്ന് നമുക്ക് നോക്കാം. ബേസിക്കലി മൂന്ന് ക്ലാസിക് അനാലിസിസ് ആണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഒന്ന് കാൾ മാർക്സ്, മാക്സ് വെബർ, എമൈൽ ഡർക്കീം. ഇവരെ ആരാണ്? പയനിയേഴ്സ് ഓഫ് സോഷ്യോളജി ആണ്. സോഷ്യോളജിയുടെ പയനിയേഴ്സ് ഇവർ തന്നെയാണ്. അതുപോലെ തന്നെ എക്കണോമിക് സോഷ്യോളജിയുടെ ഇമ്പോർട്ടൻസ് ആൾക്കാരിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നതും കാൾ മാർക്സും മാക്സ് വെബറും എമൈൽ ഡർക്കീമുമാണ്. അപ്പോൾ കാൾ മാർക്സ് പറയുന്നത് എന്താണ്? ഇക്കണോമി ഈസ് ആൻ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് സോഷ്യൽ ചേഞ്ച് ആൻഡ് റീപ്രൊഡക്ഷൻ. അതായത് ഇക്കണോമിയാണ് ഒരു സോഷ്യൽ ചേഞ്ചിന്റെ റീപ്രൊഡക്ഷന്റെ ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട്. ഒരു സമൂഹത്തിൽ സോഷ്യൽ ചേഞ്ച് ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ സംഭവങ്ങൾ പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ഏറ്റവും അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്താണെന്ന് മാർക്സ് പറയുന്നു? ഇക്കണോമി ആണെന്ന് പറയുന്നു. അതുപോലെ തന്നെ സൊസൈറ്റി ഓർഗനൈസ് ചെയ്യുന്നത് ഈ എക്കണോമിയിലാണ്. അതായത് ഒരു സ്ഥലത്ത് ഒരു എക്കണോമി ഉണ്ടായില്ല, അതിന് ചുറ്റുമാണ് എന്ത് സൊസൈറ്റി ഓർഗനൈസ് ചെയ്യപ്പെടുന്നത്. ഇതിലൂടെ ആൾക്കാരുടെ സോഷ്യൽ ക്ലാസ്സസും അവരുടെ സ്പെസിഫിക് മോഡ് ഓഫ് പ്രൊഡക്ഷനും എല്ലാം ഈ ഇക്കണോമിനെ ചുറ്റിപ്പറ്റിയിട്ടായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉണ്ടാവുന്നതെന്നാണ് ആര് പറയുന്നത്? കാൾ മാർക്സ് പറയുന്നത്. അടുത്ത മാക്സ് വെബർ. മാക്സ് വെബർ എന്താണെന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, കാൾ മാർക്സ് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രൊഡക്ഷനിലാണെങ്കിൽ മാക്സ് വെബർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിലാണ്? സോഷ്യൽ ആക്ഷനിലാണ്. ഇയാൾ പറയുന്നത് എക്കണോമിക് സ്ട്രക്ചറും സോഷ്യൽ ആക്ഷനും തമ്മിലൊരു വല്ലാത്തൊരു ബന്ധം ഉണ്ടെന്നാണ് ഇയാൾ പറയുന്നത്. ഇയാള് എങ്ങനെയാണ് ഒരു എക്കണോമിന്റെ സ്വഭാവത്തെ സോഷ്യൽ ആക്ഷൻ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യും, അല്ലെങ്കിൽ ആൾക്കാരുടെ റോള്, കൾച്ചറൽ ഫാക്ടേഴ്സ് എങ്ങനെയാണ് ഒരു സൊസൈറ്റീന്റെ എക്കണോമിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് ആര് ചൂണ്ടിക്കാട്ടുന്നു? മാക്സ് വെബർ ചൂണ്ടിക്കാട്ടുന്നു. ഇതിലൂടെ ഇയാൾ പറയാണ്, ഇയാളുടെ മേജർ തിയറി ആയിട്ടുള്ള പ്രൊട്ടസ്റ്റന്റ് എത്തിക് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം എന്നുള്ള ഒരു സംഭവത്തിന് ഇവോൾവ് ചെയ്തെടുക്കുകയാണ്. അതായത് ഒരു സമൂഹത്തിൽ ഉണ്ടാവുന്ന ആൾക്കാർ അവരുടെ കൾച്ചറൽ അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ബിലീഫ് എങ്ങനെയാണ് അതിനെ ബേസ് ചെയ്തിരിക്കും അവിടുത്തെ ഒരു ഇക്കണോമി ഡെവലപ്പ് ചെയ്യാൻ വരുന്നതെന്നാണ് ആര് പറയുന്നത്? മാക്സ് വെബർ പറയുന്നത്. അപ്പൊ പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസത്തിൽ മാക്സ് വെബർ എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? ലൈക്ക് പ്രൊട്ടസ്റ്റന്റ് ആയിട്ടുള്ള ആൾക്കാര് അവിടെയാണ് ക്യാപിറ്റലിസം ഭയങ്കര ഒരു എഫക്റ്റിൽ എമർജ് ചെയ്ത് വന്നത്. അത് എന്തുകൊണ്ടാണ്? അവരുടെ കൾച്ചറൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അവരുടെ റിലീജിയസ് ഐഡിയാസ് ജോലി ചെയ്യാൻ വേണ്ടി ആൾക്കാരോട് പറയാണ്. അവരുടെ റിലീജിയൻ പറയുന്നത് ജോലി ചെയ്യണം എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ക്യാപിറ്റലിസം അതിന്റെ ഹൈ സ്പിരിറ്റിൽ ഇവോൾവ് ചെയ്ത് വന്നത്. ഇത് അനലൈസ് ചെയ്തപ്പോൾ മാക്സ് വെബറിന് എന്ത് മനസ്സിലായി? ഒരു സമൂഹത്തിന്റെ കൾച്ചറൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ സൊസൈറ്റിയാണ് എന്ത് ആ ഒരു എക്കണോമിനെ ഷേപ്പ് ചെയ്യുന്നത്. അത് ഫ്ലറിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് അതിന്റെ ഫ്ലറിഷിങ് ഇപ്പൊ വലുതാവാനും ചെറുതാവാനും സഹായിക്കുന്നത് അവിടുത്തെ കൾച്ചറൽ ഫാക്ടേഴ്സ് ആണെന്ന് ആര് പറയുന്നത്? മാക്സ് വെബർ പറയുന്നത്. അടുത്ത നമുക്ക് എമൈൽ ഡർക്കീം. എമൈൽ ഡർക്കീമിന്റെ ഫേമസ് വർക്കാണ് എന്ത്? സൂയിസൈഡ്, ഡിവിഷൻ ഓഫ് ലേബർ, എലിമെന്ററി ഫോംസ് ഓഫ് റിലീജിയസ് ലൈഫ് എല്ലാം അറിയായിരിക്കുമല്ലോ. അപ്പോൾ ബേസിക്കലി എമൈൽ ഡർക്കീം പറയുന്നത് എങ്ങനെയാണ് സോഷ്യൽ ഫാക്ടും കളക്ടീവ് കോൺഷ്യൻസ് ഓഫ് സൊസൈറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് എമൈൽ ഡർക്കീം ഇതിനെ ബേസ് ചെയ്തിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അണ്ടർസ്റ്റാൻഡ് ദ സ്പെസിഫിക് ഡൈനാമിക്സ് ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ ഇൻ മോഡേൺ സൊസൈറ്റി. അതായത് മോഡേൺ സൊസൈറ്റിയിൽ എങ്ങനെയാണ് ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഇപ്പം ഡർക്കീമിന്റെ തിയറിയിലൂടെ ഡിവിഷൻ ഓഫ് ലേബറിനെ പറ്റി പറയുന്നുണ്ട്. അയാൾ രണ്ട് സൊസൈറ്റീനെ പറ്റി തിരിക്കുന്നുണ്ട്. മെക്കാനിക്കൽ സോൾഡാരിറ്റിന്റെയും ഓർഗാനിക് സോൾഡാരിറ്റിനെയും ഒക്കെ പറ്റി എന്ത് എമൈൽ ഡർക്കീം പറയുന്നുണ്ട്. അപ്പൊ ഇതിലൂടെ ഡർക്കീം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് ഡിവിഷൻ ഓഫ് ലേബർ ഒരു ഗ്രൂപ്പിനെ ഫോം ചെയ്യാനും അവരുടെ സോളിഡാരിറ്റി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതും. ലൈക്ക് ആ ഒരു സോളിഡാരിറ്റി ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു മെക്കാനിക്കലും ഓർഗാനിക്കലും. ഒരു അഗ്രികൾച്ചറൽ സൊസൈറ്റിയിൽ ഗ്രൂപ്പ് ഫോർമേഷനും അവിടെ ഉണ്ടാവുന്ന ഒരു ഗ്രൂപ്പ് ബോണ്ടിങ്ങും ആയിരിക്കില്ലല്ലോ ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ ഉള്ള ഒരു ഗ്രൂപ്പ് ഫോർമേഷനും ഗ്രൂപ്പ് ബോണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും വളരെ വ്യത്യസ്തമാണെന്നാണ് ആര് പറയുന്നത്? എമൈൽ ഡർക്കീം പറയുന്നത്. ഇയാള് പറയാണ്, ഹി നോട്ട്സ് ദാറ്റ് വിത്ത് ദ ഗ്രോത്ത് ഓഫ് മോഡേൺ ടെക്നോളജി സൊസൈറ്റി ബിക്കംസ് ഫർദർ ഡിഫറൻഷിയേറ്റഡ് ആൻഡ് ഡിഫറെന്റ് ഫോംസ് ഓഫ് സോഷ്യൽ കൊഹേഷൻ എമേർജ്. അതായത് മോഡേൺ ടെക്നോളജിയുടെ വരവ് കൊണ്ടിട്ട് സമൂഹം ഭയങ്കര ഡിഫറൻഷിയേറ്റഡ് ആവുകയാണ്. ഇപ്പൊ നമ്മളൊരു അഗ്രികൾച്ചറൽ സൊസൈറ്റിയിലാണെങ്കിൽ നമുക്ക് എല്ലാവരെയും അറിയാം. ഇപ്പം ഒരു ചെറിയൊരു വില്ലേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 50 പേര് പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു വില്ലേജ് ആണെങ്കിൽ ഈ 50 പേരെയും പരസ്പരം എല്ലാവർക്കും അറിയായിരിക്കും. ഇപ്പം നമ്മളെ വീട്ടിലൊരു ആവശ്യം വരികയാണെങ്കിൽ ആരെ വിളിക്കണം, അല്ലെങ്കിൽ എല്ലാം നമുക്ക് ബേസിക്കലി എല്ലാരെയും അറിയായിരിക്കും. ഈ കേസല്ല എന്തൊരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റി അല്ലെങ്കിൽ ഒരു മോഡേൺ സൊസൈറ്റി. ഇവിടെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ആൾക്കാരുടെ ഇതിലൊരു ഇപ്പൊ ഫോർ എക്സാമ്പിൾ അവരുടെ ഒരു സർക്കിളിൽ മാത്രമായിരിക്കും ജീവിക്കുന്നത്. ഈ സർക്കിൾ എന്ന് പറയുമ്പോൾ വളരെ ലിമിറ്റഡ് ആയിരിക്കും. അപ്പൊ ആൾക്കാർ തമ്മിലുള്ള ഡിഫറൻസിയേഷൻ കൂടുകയും അതുപോലെ തന്നെ
ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സോഷ്യൽ കൊഹേഷൻ ആണ് അവിടെ ഉണ്ടാവുന്നതെന്നാണ് ആര് പറയുന്നത്? എമിൽ ഡർക്കീം പറയുന്നത്. Classical political economy and economic sociology combines the Marxian approach of political economy and class analysis with Weber's institutional emphasis to explain the development of specific mode of economy. അതായത് ക്ലാസിക്കൽ പൊളിറ്റിക്കൽ എക്കണോമി, അതായത് പൊളിറ്റിക്കൽ എക്കണോമി എന്ന് പറയുന്ന സംഭവം ഇക്കണോമിക് സോഷ്യോളജിയും രണ്ട് ടൈപ്പ് ഓഫ് ഒരു അനാലിസിസ് ആണ് കമ്പൈൻ ചെയ്യുന്നത്. ഒന്ന് മാർക്സിയൻ അപ്രോച്ചും അതുപോലെ തന്നെ വെബേഴ്സ് അപ്രോച്ചും. മാർക്സിയൻ അപ്രോച്ചിൽ ഇയാൾ എന്താണ് പറയുന്നത്? ക്ലാസ് സ്ട്രഗിൾ അല്ലെങ്കിൽ ക്ലാസ് അനാലിസിസിനെ പറ്റിയാണ് പറയുന്നത്. വെബേഴ്സ് അപ്രോച്ചിൽ അയാൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ എംഫസിസ്. അപ്പൊ ഇതിനെ രണ്ടിനെയും കമ്പൈൻ ചെയ്യാണ് ആര് ചെയ്യുന്നത്? ക്ലാസിക്കൽ പൊളിറ്റിക്കൽ എക്കണോമിയും ഇക്കണോമിക് സോഷ്യോളജിയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡർക്കീമിന്റെ കോൺസെപ്റ്റായ സ്ട്രക്ചറിനെയും അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറൽ അപ്രോച്ച് എങ്ങനെയാണ് നമുക്കൊരു മാർക്കറ്റ് ബിഹേവിയർ പഠിക്കാനും ഒരു ഫേമിന്റെ സ്ട്രാറ്റജീസ് പഠിക്കാനും ഒക്കെ ഒരു സ്ട്രക്ചറൽ അപ്രോച്ച് ഡർക്കീമിനെ ഉപയോഗിച്ചും നമ്മൾ ചെയ്യുന്നു, ലൈക് ഇക്കണോമിക് സോഷ്യോളജി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. In the 19th century, economics were primarily concerned with developing mathematical models, quantitative analysis of fundamental assumptions of market and its functioning. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 19th സെഞ്ചുറിയിലെ ഇക്കണോമിക് സ്ട്രക്ചർ അല്ലെങ്കിൽ ഇക്കണോമിക് ചേഞ്ചസ് കാരണമാണ് ഒരു ഇക്കണോമിക് സോഷ്യോളജി എന്ന് പറഞ്ഞൊരു ഡിസിപ്ലിന്റെ ഇവല്യൂഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ 19th സെഞ്ചുറിയിൽ ഈ ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന തിങ്കേഴ്സ് ശ്രമിച്ചത് ഒരു മാത്തമാറ്റിക്കൽ മോഡൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്പേഴ്സിനെ ബേസ് ചെയ്ത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിനെ ബേസ് ചെയ്തിട്ട് മാർക്കറ്റിനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റഡി അല്ലെങ്കിൽ അങ്ങനെ ഒരു പഠനം നടത്താൻ വേണ്ടിയിട്ടാണ് 19th സെഞ്ചുറിയിൽ ആൾക്കാർ ശ്രമിച്ചിരുന്നത്. പക്ഷേ ഇതേ സമയം സോഷ്യോളജിസ്റ്റ് എന്താണ് ശ്രമിച്ചിരുന്നത്? എന്തുകൊണ്ട് മാർക്കറ്റ് ബിഹേവിയർ അങ്ങനെ സംഭവിക്കുന്നു? ഒരു ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിൽ ഉപരി ഒരു സോഷ്യൽ ആക്ഷൻ അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഫാക്ടേഴ്സ് എങ്ങനെയാണ് ഒരു എക്കണോമിനെ ഇവോൾവ് ചെയ്യിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഫാക്ടേഴ്സ് എങ്ങനെയാണ് ഒരു എക്കണോമി റിസൾട്ട് ചെയ്യുന്നതൊക്കെയാണ് ആര് ശ്രമിച്ചത്? സോഷ്യോളജിസ്റ്റ് ശ്രമിച്ചത്. അതായത് ഇക്കണോമിക്സുകാരെ ബേസിക്കലി എന്താണ് ശ്രമിച്ചത്? നമ്പേഴ്സിലൂടെ ഒരു റാഷണൽ ആയിട്ട് ഒരു ഇൻഡിവിജ്വൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതാണ് ശ്രമിച്ചത്. പക്ഷെ അതുപോലെ സോഷ്യോളജിസ്റ്റ് എന്താണ് ഈ ഇൻഡിവിജ്വലിന്റെ റാഷണൽ ആക്ഷൻ എന്തുകൊണ്ട് അങ്ങനെ വന്നു? ഇപ്പൊ നമ്മൾ രണ്ട് ഇൻഡിവിജ്വൽസ് എടുക്കുകയാണെങ്കിൽ ഒരാള് ഇപ്പം ഒരു പോസിറ്റീവ് വേയിലും ഒരാള് നെഗറ്റീവ് വേയിലും പെരുമാറിയെങ്കിൽ പോസിറ്റീവ് വേയിൽ അയാൾ എന്തുകൊണ്ട് പെരുമാറി, നെഗറ്റീവ് വേയിൽ അയാൾ എന്തുകൊണ്ട് പെരുമാറി എന്നുള്ളതാണ് ബേസിക്കലി ഈ സോഷ്യോളജിയും എക്കണോമിക്സും നോക്കുന്നത്. അപ്പൊ നമ്മളെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ദ റിലേഷൻ ബിറ്റ്വീൻ സൊസൈറ്റി, കൾച്ചർ ആൻഡ് എക്കണോമി. എങ്ങനെയാണ് സൊസൈറ്റി, കൾച്ചർ, എക്കണോമി റിലേറ്റ് ചെയ്തിരിക്കുന്നത്, ആ ഒരു റിലേഷൻ നമ്മൾ മനസ്സിലാക്കുക. അതായത് ക്ലാസിക്കൽ എക്കണോമിക് തിയറിസ്റ്റ് ആയ ആഡം സ്മിത്തിന്റെ ഫേമസ് ബുക്കാണ് എന്ത്? വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്നത്. ആഡം സ്മിത്തിന്റെ എക്കണോമിക്സിനെ ബേസ് ചെയ്തിരിക്കുന്നത് ഒരു അസംഷൻസിന്റെ ബേസിലാണ്. അതായത് ഹ്യൂമൻ നേച്ചറിന്റെയും ബിഹേവിയറിന്റെയും സ്റ്റെബിലിറ്റി, അതിലൂടെ ഇൻഡിവിജ്വൽസിന്റെ റാഷണൽ ആക്ഷൻസ്, അതാണ് ഒരു മാർക്കറ്റിനെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ മാർക്കറ്റിന്റെ ആക്ഷൻസിന് റിസൾട്ട് ചെയ്യുന്നതെന്നാണ് ആഡം സ്മിത്ത് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോ ഒരു 10 രൂപയുള്ള ആള്, അയാളുടെ കയ്യിൽ 10 രൂപയുള്ളൂ. അയാളുടെ റാഷണൽ ആക്ഷൻ വെച്ച് 10 രൂപ കൊണ്ട് എന്തോരം യൂട്ടിലിറ്റി ഉള്ള സാധനങ്ങൾ അയാൾക്ക് വാങ്ങാം. ആ ഒരു റാഷണൽ ആക്ഷന്റെ ബേസ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഫങ്ഷൻ ചെയ്യുന്നതെന്നാണ് ആര് പറയുന്നത്? ആഡം സ്മിത്ത് പറയുന്നത്. സോഷ്യോളജിസ്റ്റിന് ഇതിനെ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? By arguing that there are social and cultural contexts within which individuals act and therefore their actions constitute a social action which can differ in different cultures. അതായത് ഇപ്പോ ആഡം സ്മിത്ത് പറയുന്നത് റാഷണൽ ആക്ഷന്റെ ബേസിസിലാണ് ഇൻഡിവിജ്വൽസ് ആക്ട് ചെയ്യുന്നത്. പക്ഷെ സോഷ്യോളജിസ്റ്റ് പറയുന്നത് വെച്ചാൽ ഈ റാഷണൽ ആക്ഷൻസ് ഉണ്ടാവാനുള്ള കൾച്ചറൽ കോണ്ടെക്സ്റ്റുകളെയാണ് ആര് നോക്കുന്നത്? സോഷ്യോളജിസ്റ്റ് നോക്കുന്നത്. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ ഒരു ഇൻഡിവിജ്വൽ ചെയ്യുന്ന റാഷണൽ ആക്ഷന്റെ അയാളുടെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അയാൾ ജീവിക്കുന്ന ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലാണ്. ചിലപ്പോൾ അയാൾക്ക് പൈസ കുറച്ചേ കാണുള്ളൂ. അയാൾക്ക് അധികം സപ്പോർട്ട് ചെയ്യാനുള്ള സപ്പോർട്ട് മെക്കാനിസംസ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. പക്ഷെ ഒരു അഗ്രികൾച്ചറൽ എക്കണോമിയിലുള്ള ആൾക്കാരാണെങ്കിൽ അയാൾക്ക് സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. അയാൾ അവിടെ ചെയ്യുന്ന റാഷണൽ ആക്ഷൻ അയാളുടെ കൾച്ചറൽ കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്തിരിക്കും. അപ്പൊ സോഷ്യോളജിസ്റ്റ് പറയാണ് ഒരു ഇൻഡിവിജ്വൽ റാഷണൽ ആക്ഷൻ എടുക്കുന്നത് അയാളുടെ കൾച്ചറൽ കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടിരിക്കും. അത് ഓരോ കൾച്ചറിലും ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഞാൻ ജീവിക്കുന്നത് ഒരു റിച്ച് കൾച്ചറിലാണെങ്കിൽ അവിടെയുള്ള റാഷണൽ ആക്ഷൻ ആയിരിക്കില്ല ഞാനൊരു പുവർ കൾച്ചറിലായിരുന്നെങ്കിൽ ഞാൻ ചെയ്യുന്നത്. ഇതാണ് സോഷ്യോളജിസ്റ്റ് ചൂണ്ടിക്കാട്ടുന്നത്. Max Weber states that social action can be influenced by primarily 3 social ways. അതായത് മാക്സ് വെബർ പറയാണ് ഒരു സോഷ്യൽ ആക്ഷൻ ഒരു സോഷ്യൽ ആക്ഷൻ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് സോഷ്യൽ ആക്ഷൻ ചെയ്യണമെങ്കിൽ മൂന്ന് സോഷ്യൽ വേസ് ആണുള്ളത്. അത് ഇയാളുടെ ടൈപ്സ് ഓഫ് സോഷ്യൽ ആക്ഷനിൽ അയാൾ പറയുന്നതാണ് ട്രഡീഷണൽ, അഫക്ച്വൽ ആൻഡ് റാഷണൽ ലീഗൽ.
ട്രഡീഷണൽ ആക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് ഒരു ക്ലാസ് തന്നെ വേണ്ടി വരും. പക്ഷെ ഞാനൊരു ബ്രീഫായിട്ട് പറയാം. ട്രഡീഷണൽ ആക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ട്രഡീഷണലി ഫോളോ ചെയ്ത് വരുന്ന, ഫോർ എക്സാമ്പിൾ ട്രൈബൽ സൊസൈറ്റിയിൽ മൂപ്പന്മാരൊക്കെ ഇല്ലേ, ആ ഒരു ട്രഡീഷണൽ പവർ ഇല്ലേ, ആ ഒരു രീതിയിൽ സംഭവിക്കുന്ന സോഷ്യൽ ആക്ഷൻ ആണ്. അഫക്ച്വൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇമോഷണൽ ബേസിസിൽ സംഭവിക്കുന്ന സോഷ്യൽ ആക്ഷൻ. റാഷണൽ ലീഗൽ എന്ന് പറയുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി ലീഗൽ, അതായത് റിട്ടൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസിലൂടെ സംഭവിക്കുന്ന സോഷ്യൽ ആക്ഷൻ. ഈ 3 ടൈപ്സ് ഓഫ് സോഷ്യൽ ആക്ഷൻ ആണ് മാക്സ് വെബർ പറയുന്നത്. അതുപോലെ തന്നെ പിയർ ബോർഡിയോ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ സോഷ്യൽ ക്ലാസ്സിനെ ബേസ് ചെയ്തിരിക്കും. അതായത് ഇപ്പോ ഒരു റിച്ച് കൾച്ചറിലുള്ള ഒരു കുട്ടി പ്രിഫർ ചെയ്യുന്നത് ചിലപ്പോൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ഇപ്പൊ ലൂയി വിറ്റോണോ ഗുച്ചിയോ അങ്ങനെയുള്ള ബ്രാൻഡ് ആയിരിക്കാം. പക്ഷെ ഒരു പുവർ കൾച്ചറിലുള്ള കുട്ടി ഒരിക്കലും ആ ഒരു റിച്ച് കൾച്ചറിലേക്ക് ആ സാധനം വേണമെന്ന് ആവശ്യപ്പെടില്ല. അവരുടെ സോഷ്യൽ ക്ലാസ്സസിൽ അവർക്ക് എന്തോരം അഫോർഡ് ചെയ്യാൻ പറ്റും, അതായിരിക്കും അവരുടെ ബേസിക് ആവശ്യം എന്ന് പറയുന്നത്. പക്ഷെ ഇതെല്ലാം ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. അപ്പൊ പിയർ ബോഡി പറയാണ് നമ്മളുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് സബ്സ്റ്റൻഷ്യലി നമ്മളെ സോഷ്യൽ ക്ലാസ്സിനെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ആരെയാണ് ഒപ്പോസ് ചെയ്ത് പറയുന്നത്? ഇമ്മാനുവൽ കാണ്ട് പറയാണ് നമ്മളുടെ ഇൻഡിവിജ്വൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മളെ മോറൽ ഈസ്തറ്റിക്സിന്റെ ഒരു റിഫ്ലക്ഷൻ ആണെന്നാണ്. പക്ഷെ പിയർ ബോഡി പറയാണ് അതല്ല, മറിച്ച് നമ്മൾ ഏത് സോഷ്യൽ ക്ലാസ്സിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ നിന്നുള്ള ഒരു അതിന്റെ ഒരു റിസൾട്ട് ആണ് നമ്മളുടെ ടേസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളുടെ ഒരു സോഷ്യൽ ക്ലാസ്സിന്റെ ലൊക്കേഷനെ ബേസ് ചെയ്തിരിക്കും എന്നാണ് ആര് പറയുന്നത്? പിയർ ബോർഡി പറയുന്നത്. സോ ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്ത് മനസ്സിലാവും? നമ്മളിപ്പോ നമ്മളുടെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യം, അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാര്, നമ്മളെ സൊസൈറ്റി, ഇതിനെയൊക്കെ ബേസ് ചെയ്തിരിക്കും നമ്മൾ മാർക്കറ്റിൽ എങ്ങനെ ബിഹേവ് ചെയ്യും, അല്ലെങ്കിൽ മാർക്കറ്റ് ആക്ഷൻ, നമ്മളൊരു സാധനം വാങ്ങുന്നതോ ഒരു സാധനം വിൽക്കുന്നതോ എല്ലാം നമ്മളെ കൾച്ചറൽ കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്തിരിക്കും എന്നാണ് ആര് പറയുന്നത്? സോഷ്യോളജിസ്റ്റുകൾ ബേസിക്കലി ആർഗ്യൂ ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് എക്സ്ട്രാ, അതായത് നമ്മളെ ട്രഡീഷണൽ ഏർബൻ എക്കണോമി, ഒരു ഇന്ത്യയുടെ സമയത്തുള്ള ഒരു ട്രഡീഷണൽ ഏർബൻ എക്കണോമി എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഏൻഷ്യൻ പീരീഡിൽ അർബൻ എക്കണോമി, ഏൻഷ്യൻ പീരീഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ എക്കണോമിയിൽ ഏർബൻ എക്കണോമിയുടെ ഒരു കടന്നുകയറ്റം വളരെ കൂടുതലായിരുന്നു. അർബൻ എക്കണോമി പണ്ട് മുതലേ നല്ലപോലെ ഫ്ലറിഷ് ചെയ്ത് വന്ന ഒരു ഒരു ഫാക്ടറാണ്, അല്ലെങ്കിൽ ഒരു ഏരിയ ഓഫ് സ്റ്റഡി ആണ് എന്തെന്ന് പറയുന്നത് ഏർബൻ എക്കണോമി ഇന്ത്യൻ കൾച്ചറിൽ. അതായത് ഇൻഡസ് വാലി സിവിലൈസേഷൻ, വൺ ഓഫ് ദ ഏർലിയസ്റ്റ് ഇന്ത്യൻ സിവിലൈസേഷൻ ആണല്ലോ ഇൻഡസ് വാലി. ഇൻഡസ് വാലി സംഭവിക്കുന്നത് 2600 CE to 1500 BC. ഇവിടെ വെൽ ഡെവലപ്ഡ് ഒരു അർബൻ സിവിലൈസേഷൻ കാണാൻ നമുക്ക് സാധിക്കും. എന്തിന്റെ ബേസിൽ? റൂറൽ അഗ്രേറിയൻ ബേസിൽ ഒരു വെൽ ഡെവലപ്ഡ് അർബൻ സിവിലൈസേഷൻ. അതിന്റെ ഒത്തിരി എക്സ്കവേഷൻസും അതിന്റെ ഒത്തിരി നമുക്ക് ലിറ്ററേച്ചർസും ഒക്കെ അവൈലബിൾ ആണ്. ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നല്ലൊരു അർബൻ എക്കണോമി ഫ്ലറിഷ് ചെയ്ത് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആർക്കിയോളജിക്കൽ എക്സ്കവേഷനിലൂടെ എന്താണ് റിവീൽ ചെയ്തത്? സിറ്റീസും ടൗൺസും ഒക്കെ ഇൻഡസ് വാലിയുടെ ഒരു ലൊക്കാലിറ്റിയിൽ ഫ്ലറിഷ് ചെയ്തു. അതിൽ മെയിൻ സിറ്റീസ് ആണ് ഹാരപ്പ, മൊഹൻജദാരോ, അതിപ്പോൾ പാകിസ്ഥാനിലാണ്. പിന്നെ ലോത്തൽ, കലിബംഗാൻ, ബൻവാലി, ഇത് 3 ഇന്ത്യയിലാണ്. അങ്ങനെ ഈ ഒരു 5 സിറ്റീസിലെ ഭയങ്കരമായിട്ടുള്ള ഒരു ഫ്ലറിഷിങ്ങിന്റെ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് ഒക്കെ നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഋഗ്വേദിക് ഫേസ്, അതായത് ഇൻഡസ് വാലി സിവിലൈസേഷൻ കഴിഞ്ഞു വരുന്ന ഫേസ് ആണ് ഋഗ്വേദിക് ഫേസ്. അത് സംഭവിക്കുന്നത് 1500 CE to 1000 BC. ഇതിലൂടെ ഒരു അർബൻ സിവിലൈസേഷനിൽ ഒരു കംപ്ലീറ്റ് ബ്രേക്ക് ആണ് ഉണ്ടാവുന്നത്. അതായത് ഋഗ്വേദിക് ഫേസിൽ എന്താണ് സംഭവിക്കുന്നത്? ആൾക്കാർ വളരെ ഒരു സെമി നൊമാഡിക് ലൈഫ്, അതായത് നൊമാഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് ഒരു സ്ഥലത്ത് ജോലി ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ അവിടുന്ന് മാറി അടുത്ത സ്ഥലത്തേക്ക് പോയി ജോലി ചെയ്യുക. അതായത് ഒരു ഫെർട്ടൈൽ സോയിലിന്റെ ഫെർട്ടിലിറ്റി പോകുന്നത് വരെ അവിടെ, അത് ഫെർട്ടിലിറ്റിനെ ബേസ് ചെയ്തിരിക്കും, ക്ലൈമറ്റ് കണ്ടീഷൻസിനെ ബേസ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്തിരിക്കും. അങ്ങനെയാണ് അവർ നൊമാഡിക് ലൈഫ് ജീവിക്കുന്നത്. അപ്പൊ ഋഗ്വേദിക് ഫേസിൽ ഒരു സെമി നൊമാഡിക്കും ഒരു പാസ്റ്ററൽ ലൈഫായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ കംപ്ലീറ്റ്ലി ഒരു ഏർബൻ എക്കണോമി നല്ലപോലെ ഫ്ലറിഷ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഋഗ്വേദിക് ഫേസിലുള്ള ആൾക്കാർ ഗ്രാജുവലി വില്ലേജസിലേക്ക് സെറ്റിൽ ചെയ്തു. അതായത് നൊമാഡിക് ലൈഫ് വിട്ട് ഒരു സെറ്റിൽമെന്റ് ലൈഫിലേക്ക് പോവുകയും അഗ്രികൾച്ചർ അവരുടെ ഒരു മെയിൻ ഓക്കുപേഷൻ ലേറ്റർ വേദിക് പീരീഡിൽ ആവുകയും ചെയ്തു. പിന്നെ ഈ ഒരു ട്രഡീഷണൽ സമയത്തിലെ ഏർബൻ എക്കണോമിയുടെ മെയിൻ ആസ്പെക്ടുകളാണ് നമ്മൾ നോക്കുന്നത്. ട്രഡീഷണൽ സമയം എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ, അതായത് ആ 2500 CE to ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന ഒരു ഏർബൻ എക്കണോമിയുടെ മെയിൻ ആസ്പെക്ടുകൾ എന്താണെന്ന് നോക്കാം. ഒന്നാണ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്.
ട്രേഡ് ആൻഡ് കൊമേഴ്സ് വളരെയധികം ഇവോൾവ് ആയിരുന്നു. ഏത് സമയത്ത് ഈ ഒരു ട്രഡീഷണൽ ടൈമിൽ ഈ ഒരു ട്രേഡ് ആൻഡ് കൊമേഴ്സ് വളരെയധികം ഇവോൾവ് ആയിരുന്നു. അതായത് നോൺ അഗ്രികൾച്ചറൽ ഒക്കുപ്പേഷൻസ് ആയിരുന്നു വൺ ഓഫ് ദ പ്രീഡോമിനന്റ് ഫീച്ചേഴ്സ് ഓഫ് ഏർബൻ എക്കണോമി. അതായത് ഏർബൻ എക്കണോമിയുടെ തന്നെ വലിയൊരു ഫീച്ചർ ആയിരുന്നു നോൺ അഗ്രികൾച്ചർ, അതായത് കാർഷികമല്ലാത്ത ജോലികളായിരുന്നു അവിടെ ഏറ്റവും അധികം പ്രീഡോമിനന്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. ട്രേഡ് ആൻഡ് കൊമേഴ്സും ഇമ്പോർട്ടന്റ് ആക്ടിവിറ്റീസ് ആയി മാറി. ഇന്റേണൽ ട്രേഡും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ട്രേഡ്, അതായത് അവരുടെ ഉള്ളിൽ തന്നെ ട്രേഡും ഉണ്ടായിരുന്നു, പുറത്തേക്കുള്ള സ്ഥലങ്ങളിലേക്കും എക്സ്റ്റേണൽ ട്രേഡും ഉണ്ടായിരുന്നു. ഇത് ക്യാരി ചെയ്യുന്നത്, അതായത് ഇത് ഫങ്ഷൻ ചെയ്യുന്ന ആൾക്കാരാണ് മെർച്ചന്റ്സും അർബൻ മാനുഫാക്ചേഴ്സും. അവര് ഫുഡ് ഗ്രെയിൻസും അങ്ങനെയുള്ള കോയിൻസും അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ ഇന്റേണലിയും എക്സ്റ്റേണലി ഒക്കെ ട്രേഡ് ചെയ്തു. അതുപോലെ തന്നെ യൂസ് ഓഫ് മെറ്റാലിക് കോയിൻസ് സിൻസ് ദ ഏജ് ഓഫ് ബുദ്ധ പ്രൊമോട്ടഡ് എക്കണോമിക് ട്രാൻസാക്ഷൻ. എക്കണോമിക് ട്രാൻസാക്ഷൻ നടത്തിയിരുന്നത് ഇവർ കോയിൻസിലായിരുന്നു, മെറ്റാലിക് കോയിൻ. അപ്പം ഒരു കോയിന്റെ ഒക്കെ റെവല്യൂഷൻ അന്ന് മുതലേ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ ഒരു സിവിലൈസേഷൻ എന്തോരം ഡെവലപ്ഡ് ആയിരുന്നു എന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റോം, അറേബ്യ, പേർഷ്യ, ചൈന, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് നമുക്ക് എക്സ്റ്റേണൽ ട്രേഡ് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ നമ്മുടെ സാധനങ്ങൾ ഇവിടുന്ന് റോമിലേക്കും അറേബ്യയിലേക്കും പെർഷ്യ, ചൈന, സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്നുള്ള സ്ഥലത്തേക്കും നമ്മൾ ട്രേഡ് ചെയ്തിരുന്നു. അത്രയ്ക്കും നമ്മൾ പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ എക്സ്റ്റേണൽ ട്രേഡിൽ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്തിരുന്നത് നമ്മൾ എന്താണ്, ലക്ഷറി ഐറ്റംസ് ആണ്. ലക്ഷറി ഐറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്കും ഐവറി ഒബ്ജക്ട്സ്, പോട്ട്സ്, പിന്നെ ലൈക് സ്റ്റോൺസ്, പേൾസ്, അങ്ങനെയുള്ള ലക്ഷറി ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്തിരുന്നു, ലൈക് ട്രേഡ് നടത്തിയിരുന്നു. അതുപോലെ തന്നെ ഫോറിൻ ട്രേഡ് ഇന്ത്യക്ക് ഫേവർ ആയിട്ടായിരുന്നു നടന്നിരുന്നത്. അതായത് ഇന്ത്യയിൽ അത്രയധികം ലൈക് നമുക്ക് പ്രൊഡക്ട്സുകൾ അല്ലെങ്കിൽ അത്രയധികം ക്രാഫ്റ്റുകൾ ഉണ്ടായിരുന്നു എക്സ്റ്റേണൽ ട്രേഡ് നടത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു മെയിൻ ആസ്പെക്ട് ആണ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ്. ട്രേഡ് ആൻഡ് കൊമേഴ്സ് പോലെ അന്നത്തെ ട്രഡീഷണൽ അർബൻ എക്കണോമിയിൽ ഫ്ലറിഷ് ചെയ്തിരുന്ന ഒരു അടുത്ത ഏരിയ ആണ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സും ഒരു ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ട്രഡീഷണൽ അർബൻ എക്കണോമി ആണെന്ന് പറഞ്ഞു. അതിൽ ഒരു വലിയ തോതിലുള്ള ആൾക്കാരായിരുന്നു ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സിൽ ലൈക് അവർ ജോയിൻ ചെയ്യുന്നത്. അവിടെ വർക്ക് ചെയ്തൊരു ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ആയിരുന്നു അതിൽ എൻഗേജ് ചെയ്തിരുന്നത്. അതിൽ ആരൊക്കെയുണ്ട്, വുഡ് വർക്കേഴ്സ്, അതായത് കാർപ്പൻട്രി, തടിയിൽ പണിയുന്ന ആൾക്കാരുണ്ട്, സ്മിത്തുകളുണ്ട്, അതായത് ലോഹങ്ങളിൽ പണിയുന്ന ആൾക്കാരുണ്ട്, ലെതർ വർക്കേഴ്സ്, ലെതറിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, പോട്ടേഴ്സ് മീൻസ് നമ്മളെ ചട്ടി അല്ലെങ്കിൽ കുടം, അങ്ങനെയുള്ള ക്ലേ കൊണ്ടുണ്ടാക്കുന്ന, ചെളി കൊണ്ടുണ്ടാക്കുന്ന വസ്തുക്കളുടെ ആൾക്കാരുണ്ടായിരുന്നു. ഐവറി വർക്കേഴ്സ് ഉണ്ടായിരുന്നു, വീവേഴ്സ്, കൈകൊണ്ട് നെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു, പെയിന്റേഴ്സ്, പെയിന്റേഴ്സ് എന്ന് പറയുമ്പോൾ പടം വരയ്ക്കുന്ന ആൾ. അങ്ങനെ പല തരത്തിലുള്ള ആൾക്കാരായിരുന്നു ആർട്സ് ആൻഡ് ക്രാഫ്റ്റിൽ എൻഗേജ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഈ ക്രാഫ്റ്റിലെ ആൾക്കാർ പല കാസ്റ്റുകളായിട്ടായിരുന്നു ഓർഗനൈസ് ചെയ്തിരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ പറയില്ലേ കാസ്റ്റ് ബേസ്ഡ് ഒക്കുപേഷൻ ഒക്കെ പറയില്ലേ, ഇപ്പൊ കാർപ്പൻറ്റർ എന്ന് പറയുമ്പോൾ ആശാരിമാര് അല്ലെങ്കിൽ ഈ തട്ടാന്മാര്, ഈ ലോഹപ്പണിക്കാരെ നമ്മൾ തട്ടാന്മാരെന്ന് വിളിക്കും. അങ്ങനെ ഈ ഒരു ട്രഡീഷണൽ ടൈമിൽ തന്നെ ഇവിടെ എല്ലാ ആൾക്കാരെ എല്ലാരെയും ലൈക് വേരിയസ് കാസ്റ്റ് ആയിട്ട് തന്നെ സോഷ്യലി ഓർഗനൈസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഈ ആൾക്കാരെ ട്രെയിൻ ചെയ്തിരുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പം തട്ടാന്മാരുടെ കൂട്ടത്തിലാണെങ്കിൽ അവരുടെ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നത് ഈ എൽഡേഴ്സ് ആയിരിക്കും, അതായത് മുതിർന്ന അംഗങ്ങളായിരിക്കും ഈ യങ്ങർ മെമ്പേഴ്സിനെ ഈ ഒരു കാസ്റ്റിലേക്ക് പിന്നെയും കൊണ്ടുവന്ന് അവരുടെ ഒരു കാസ്റ്റിന്റെ ബലം കൂട്ടാൻ വേണ്ടി ഓരോ യങ്ങർ മെമ്പേഴ്സിനെയും ട്രെയിൻ ചെയ്യുന്നത് ആരാണ്, ഈ എൽഡേഴ്സ് ആണ്. പിന്നെ അടുത്തൊരു മെയിൻ ഏരിയ എന്ന് പറയുന്നതാണ് ഗിൽഡ് സിസ്റ്റം. ഗിൽഡ് സിസ്റ്റം നമ്മൾ പണ്ടത്തെ ഹിസ്റ്ററി ക്ലാസ്സുകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും. അതായത് ഒരു ബേസിക്കലി കുറച്ച് ആൾക്കാർ, ഒരു ജോലി ചെയ്യുന്ന ഒരാൾക്കാർ ഒരു ഗിൽഡായിട്ട്, ഒരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെയാണ് വിളിക്കുന്നത് ഗിൽഡ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അതിനെ അവരെ ശ്രേണി എന്നാണ് പറയുന്നത്. അതായത് ട്രഡീഷണൽ അർബൻ എക്കണോമിയിൽ ഗിൽഡ് സിസ്റ്റം വളരെയധികം പ്രിവലന്റ് ആയിരുന്നു. അതിനെ അവർ വിളിക്കുന്ന പേരാണ് ശ്രേണി എന്ന് പറയുന്നത്. ജഡ്ജ്മാണി സിസ്റ്റത്തിന്, അതായത് റൂറൽ എക്കണോമിയിൽ പ്രിവലന്റ് ആയിരുന്ന ജഡ്ജ്മാണി സിസ്റ്റത്തിന് എതിരെയാണ് അർബൻ ക്രാഫ്റ്റ്മാനും അല്ലെങ്കിൽ ഈ സിറ്റികളിലുള്ള ക്രാഫ്റ്റ്മാൻ ജോലി ചെയ്യുന്ന ഇങ്ങനെ ക്രാഫ്റ്റുകൾ ചെയ്യുന്ന ആൾക്കാര്, ട്രേഡേഴ്സും ക്രാഫ്റ്റ് ഗിൽഡുകളും ട്രേഡ് ഗിൽഡുകളും തുടങ്ങി. ഇത് ക്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രത്യേകം ക്രാഫ്റ്റ് ഗിൽഡുകൾ, ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രത്യേകം ട്രേഡ് ഗിൽഡുകളും തുടങ്ങി. അതുപോലെ തന്നെ ഓരോ പെർട്ടിക്കുലർ ഗിൽഡും ഓരോ സെയിം ക്രാഫ്റ്റ് അല്ലെങ്കിൽ ട്രേഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ഇപ്പം ഞാൻ ട്രേഡ് ചെയ്യുന്നത് ടീ ലീവ്സ് അല്ലെങ്കിൽ കോഫി ലീവ്സ്, അങ്ങനെ വ്യത്യസ്തമായ ആൾക്കാരാണെങ്കിൽ അതിനൊരു ഗിൽഡ്. ഇപ്പൊ ഞാൻ ട്രേഡ് ചെയ്യുന്നത് കാർപ്പൻട്രി അല്ലെങ്കിൽ സ്മിത്ത് മീൻസ് ലോഹങ്ങൾ, അങ്ങനെ എന്താണെങ്കിൽ അതിനൊരു ട്രേഡ്. അങ്ങനെ ഓരോ ക്രാഫ്റ്റിനെയും ഓരോ ട്രേഡിനെയും ബേസ് ചെയ്തിട്ട് ഓരോ ഗിൽഡ് ഫോം ചെയ്ത് വന്നു. ഇവരുടെ റോൾ എന്താണ്, ഇവർ പ്രൊഡക്ഷനെ ഓർഗനൈസ് ചെയ്യും, അതുപോലെ തന്നെ പബ്ലിക് ഒപ്പീനിയൻസിനെ ഷേപ്പ് ചെയ്യും. ഈ പബ്ലിക് ഒപ്പീനിയൻ ആൾക്കാർക്ക് എങ്ങനെയാണ് ഒരു പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാക്കിയെടുക്കാനും
ഓരോ സംഭവങ്ങൾ അതായത് ഇവരുടെ ഗുഡ്സ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, ഈ സമയത്ത് ഇത്ര പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഈ സമയത്ത് ഇത്ര വിൽക്കണം എന്നൊക്കെയുള്ള ഒരു ആ ഒരു തീരുമാനം എടുക്കുന്നത് ഈ ഒരു ഗിൽഡ് ആയിരുന്നു. അതുപോലെ തന്നെ ആർട്ടിസൻസ് ഇതിലേക്ക് വളരെയധികം ജോയിൻ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഈ ഗിൽഡ് എന്ത് ചെയ്യും, കോമ്പറ്റീഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും. അതുപോലെ തന്നെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് കൊടുക്കും. ഇപ്പം അന്നത്തെ കാലത്ത് ഇപ്പൊ പറയാണ് ഞാൻ ഈ ഗിൽഡിലുള്ള ആളല്ലെങ്കിൽ അത് പറയുന്നത് അവർക്കൊരു സോഷ്യൽ സ്റ്റാറ്റസ് ആയി മാറി. അതുപോലെ തന്നെ ഇപ്പം ഞാൻ കുറച്ചധികം സാധനം ഉണ്ടാക്കി, പക്ഷെ എനിക്കിതൊരു സമയത്ത് വിറ്റ് എന്റെ ഫാമിലീനെ നോക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അവിടെ ഒരു ലൈക് ഒരു പോവർട്ടി അല്ലേ ഉണ്ടാവുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നും ഈ ഗിൽഡ് നമ്മളെ ആർട്ടിസൻസിനെ പ്രൊട്ടക്ട് ചെയ്തു. അപ്പൊ കോമ്പറ്റീഷനിലൊക്കെ പ്രൊട്ടക്ട് ചെയ്തു. ഇന്നത്തെ കണ്ടംപററി സിറ്റുവേഷനിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഗവൺമെന്റ് MSP ഒക്കെ കൊടുക്കുന്നില്ലേ, മിനിമം സപ്പോർട്ട് പ്രൈസ്. അപ്പൊ അങ്ങനെ ഒരു ഫംഗ്ഷനിങ് ആയിരുന്നു അന്ന് ഗിൽഡിനുണ്ടായിരുന്നത്. പക്ഷെ ഇന്നത്തേനേക്കാളും കുറച്ചും കൂടെ ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആയിരുന്നു അന്നത്തെ ഗിൽഡ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഗിൽഡിന് ഫിക്സഡ് റൂൾസ് ഓഫ് വർക്ക് ഉണ്ട്, അതിന് ക്വാളിറ്റി ഉണ്ട്. അതായത് ഇപ്പം ചുമ്മാ ലൊട്ടിലൊടുക്ക് സാധനമൊന്നും നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റത്തില്ല. വളരെയധികം ഫിനിഷിംഗ് ഉള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം, അവർ ചെയ്യുന്ന വർക്കിൽ കൃത്യമായ റൂൾ ഉണ്ടായിരിക്കണം. ഇത് ആരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യും, ബോത്ത് ആർട്ടിസൻസ്, ഉണ്ടാക്കുന്നവരെയും പ്രൊട്ടക്ട് ചെയ്യും, വാങ്ങുന്നവരെയും പ്രൊട്ടക്ട് ചെയ്യും. ലൈക്ക് ഒരിക്കലും ക്വാളിറ്റി ഹാമ്പർ ചെയ്ത്, അതായത് ഒരു കുറഞ്ഞ ക്വാളിറ്റിയിലുള്ള സാധനം കസ്റ്റമറിന് വിറ്റല്ല അവര് ലാഭം ഉണ്ടാക്കുന്നത്, മറിച്ച് നല്ലൊരു സാധനം വിൽക്കുകയും അതുപോലെ തന്നെ അതിന്റെ ലാഭം ആർട്ടിസനിലേക്ക്, അതായത് ഉണ്ടാക്കുന്ന ആൾക്കാരിലേക്ക് എത്തണം എന്നും ആര് നിർബന്ധം കാട്ടിയിരുന്നു, ഗിൽഡ് സിസ്റ്റം നിർബന്ധം കാട്ടിയിരുന്നു. അപ്പൊ ഈ മാനുഫാക്ചർ, അതായത് ഒരു സാധനത്തിന്റെ പൈസ ഒരു പരിധിക്ക് പുറമെ കൂടാനും അല്ലെങ്കിൽ ഒരു പരിധിക്കപ്പുറം കുറയാനും ലൈക്ക് അതിനെ ഒരു കൺട്രോൾ ചെയ്തിരുന്നു ഈ ശ്രേണി അല്ലെങ്കിൽ ഗിൽഡ് സിസ്റ്റം കൺട്രോൾ ചെയ്തിരുന്നു. അപ്പൊ ഓരോ ഗിൽഡും അതിനെ ഹെഡ് ചെയ്യുന്നത് ഒരു റെസ്പെക്റ്റീവ് ഹെഡ് ഉണ്ടായിരിക്കും. അവരെയാണ് എന്ത് വിളിക്കുന്നത്, ബൊജാഗ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഈ ബൊജാഗയ്ക്ക് എന്തുണ്ടായിരിക്കും, ഒരു ചെറിയ കൗൺസിൽ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. അവിടെ കൗൺസിലിൽ കുറച്ച് സീനിയർ മെമ്പേഴ്സ് ആയിരിക്കും. അപ്പൊ ഇവരാണ് ഈ ഗിൽഡ് സിസ്റ്റത്തിന്റെ റൂൾസിനെ കൈകാര്യം ചെയ്യുന്നത്. ബാക്കി ആക്ടിവിറ്റീസിനെ കൈകാര്യം ചെയ്യുന്നത് ഈ റെസ്പെക്റ്റീവ് ഹെഡ്സ് ആയിട്ടുള്ള ബോജകളായിരിക്കും. അതായത് ഓരോ ഗിൽഡിനും ഓരോ റെസ്പെക്റ്റീവ് ഹെഡ്സ് ഉണ്ടാവുന്നതാണ് പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ ഗിൽഡിന് എന്തുണ്ടായിരിക്കും, ഗിൽഡ് കോർട്ടുകൾ ഉണ്ടായിരിക്കും, കോടതികൾ ഉണ്ടായിരിക്കും. ഇതിലൂടെ ഗിൽഡ് മെമ്പേഴ്സിനെ അവരെ കൺട്രോൾ ചെയ്യുകയും കസ്റ്റമറി യൂസേജുകളെ എൻഫോഴ്സ് ചെയ്യുകയും ലോനെയൊക്കെ ഫോഴ്സിലൂടെ ലൈക്ക് ലോ ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഗിൽഡ് കോർട്ട് സഹായിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഗിൽഡ്സ് വളരെ പവർഫുള്ളും റെസ്പെക്റ്റഡും ആയിരുന്നു സൊസൈറ്റിയിൽ. അവരെന്ന് പറയുന്നത് ലൈക്ക് ഇപ്പോഴത്തെ യൂണിയനേക്കാൾ ഇപ്പം ട്രേഡ് യൂണിയൻസ് ഒക്കെ ഉണ്ടല്ലോ, അതിനേക്കാളും ഇവര് ഭയങ്കര ഇപ്പം രാജാക്കന്മാര് പോലെ അതുപോലെ തന്നെ ആ സമൂഹത്തിലുണ്ടായിരുന്ന എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പും അല്ലെങ്കിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആയിരുന്നു എന്ത്, ഗിൽഡ് സിസ്റ്റം എന്ന് പറയുന്നത്, ഗിൽഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവർക്ക് ഗിൽഡ് പോലെ തന്നെ വേറൊരു ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ് കോപ്പറേറ്റീവിനെയാണ് പൂഗ എന്ന് പറയുന്നത്. അത് ഗിൽഡ് പോലെ തന്നെയാണ്, ഫംഗ്ഷനിങ് ഒക്കെ അങ്ങനെയാണ്. ഇതൊരു വർക്കേഴ്സ് കോപ്പറേറ്റീവ് ആണ് പൂഗ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗിൽഡിൽ ഗിൽഡ്സ് എന്തായിട്ട് ബാങ്കേഴ്സ് ആയിട്ടും ഫിനാൻസിയേഴ്സ് ആയിട്ടും ട്രസ്റ്റി ആയിട്ടും ഒക്കെ ആക്ട് ചെയ്യും. അതായത് പൈസ നമുക്ക് കടമെടുക്കാം, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് അവിടെ നിന്ന് എടുക്കാം. അവരൊരു ഫിനാൻഷ്യർ ആയിട്ട് വർക്ക് ചെയ്യും. ട്രസ്റ്റികളൊക്കെ ആയിട്ട് ആര് വർക്ക് ചെയ്യും, ഗിൽഡിനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഗിൽഡ് ഇങ്ങനെ സാധിക്കാന്ന് പറഞ്ഞാലും ഇത് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക തരം മർച്ചന്റ്സ് തന്നെ ഉണ്ട്, അല്ലെങ്കിൽ അവരെയാണ് എന്ത് വിളിക്കുന്നത്, ശ്രീത്തൻസ് അല്ലെങ്കിൽ ഫിനാൻസിയേഴ്സ് എന്ന് വിളിക്കുന്നത്. ഗിൽഡിൽ ഈ ജോലി ചെയ്യുന്ന പ്രത്യേക തരം ആൾക്കാരെയാണ് എന്ത് വിളിക്കുന്നത്, അതായത് ഈ ബാങ്കേഴ്സ് ആയിട്ടുള്ള ഫിനാൻസിയേഴ്സ് ആയിട്ടൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരെയാണ് എന്ത് വിളിക്കുന്നത്, ശ്രീതൻസ് അല്ലെങ്കിൽ ഫിനാൻസിയേഴ്സ് ആയിട്ട് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ ട്രഡീഷണൽ അർബൻ എക്കണോമിയുടെ മെയിൻ ആസ്പെക്ടുകൾ 3 നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസിക്കൽ റൈറ്റിംഗ്സ് ഓഫ് മാർക്സ്, വെബർ, ഡർക്കിം, സിമ്മൽ, വെബ്ലൻ ആൻഡ് ഫ്യൂ അതേഴ്സ്. അതിൽ നമ്മൾ ഈ പാർട്ടിൽ, അതായത് നമ്മുടെ ക്ലാസ് 1 യൂണിറ്റ് 1ന്റെ പാർട്ട് 1ൽ നമ്മൾ നോക്കാൻ പോകുന്നത് വെബറിനെയും മാർക്സിനെയും ഡർക്കിമിനെയും ആയിരിക്കും. അതായത് എക്കണോമിക് സോഷ്യോളജിയിൽ മെയിൻലി 3 ക്ലാസിക്കൽ അപ്രോച്ചുകളാണുള്ളത്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഈ എക്കണോമിക് സോഷ്യോളജി ഇവോൾവ് ചെയ്ത് വന്നത്, നമ്മൾ കുറച്ച് സ്റ്റഡീസിനെ പറ്റി പറഞ്ഞു. അതായത് കാൾ മാർക്സിന്റെ ക്ലാസ് അനാലിസിസ്, വെബറിന്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ എംഫസിസ്, ഡർക്കീമിന്റെ സ്ട്രക്ചറൽ ഒരു അനാലിസിസ് ഓഫ് മാർക്കറ്റ്, ഇതിലൂടെയൊക്കെയാണ് എക്കണോമിക് സോഷ്യോളജി ഇവോൾവ് ചെയ്തത് വന്നെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ബേസിക്കലി എക്കണോമിക് സോഷ്യോളജിയിൽ 3 അപ്രോച്ചാണ്. ഇത് നമ്മൾ മാർക്സിനെയും വെബറിനെയും ഡർക്കീമിനെയാണ് പറയാൻ ശ്രമിക്കുന്നത്. ഫസ്റ്റ് അപ്രോച്ചിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മാർക്സിന്റെ ഡയലക്ടിക്കൽ മെത്തേഡ് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ദ മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ എക്സ്പ്ലെയിൻസ് ദ ലാർജർ സോഷ്യൽ സ്ട്രക്ചറൽ ഡൈനാമിക്സ് ഓഫ് റിലേഷൻസ് ഫോംഡ് അറൌണ്ട് മെറ്റീരിയൽ ലൈഫ്, ഡിവിഷൻ ഓഫ് ക്ലാസസ്, the production of rent and economic differentiation, and the impact of capitalist structure on socio-cultural realm.
അതായത് മാർക്സിന്റെ ഡയലക്റ്റിക്കൽ മെത്തേഡിലൂടെ എന്തിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചു? മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ, എങ്ങനെയാണ് പ്രൊഡക്ഷൻ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്, അതെങ്ങനെയാണ് സോഷ്യോ സ്ട്രക്ചറൽ ഡൈനാമിക്സിൽ റിലേഷൻസ് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ സോഷ്യോ സ്ട്രക്ചറൽ, അതായത് ആ സമൂഹത്തിന്റെ സ്ട്രക്ചറിനെ എങ്ങനെയാണ് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ആ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിലൂടെ ആൾക്കാരുടെ ഇൻഡിവിജ്വൽസിന്റെ മെറ്റീരിയൽ ലൈഫ് അതിനെ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത്, ഡിവിഷൻ ഓഫ് ക്ലാസ്സസ്, എങ്ങനെയാണ് സോഷ്യൽ ക്ലാസ്സസ് ഓരോ ഒക്കുപേഷനെ ബേസ് ചെയ്ത് മാറുന്നത്, അതുപോലെ തന്നെ റെന്റ്, പ്രോഫിറ്റ്, എക്കണോമിക് ഡിഫറൻസിയേഷൻ, ഇതൊക്കെ എങ്ങനെയാണ് ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അത് ഇന്റേൺ എങ്ങനെയാണ് ഒരു സോഷ്യോ കൾച്ചറൽ റെലത്തില്, അതായത് സോഷ്യോ കൾച്ചറൽ റിസൾട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാൾ മാർക്സ് നോക്കി കാണുകയാണുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് എന്ത് സിഗ്നിഫിക്കന്റ്ലി അക്കോമഡേറ്റ്സ് വെബേഴ്സ് സ്റ്റഡി ഓൺ ഓർഗനൈസേഷൻ. അതായത് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, എങ്ങനെയാണ് മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ അതിന്റെ സോഷ്യൽ സ്ട്രക്ചറൽ ഡൈനാമിക്സ്, ഡിവിഷൻ ഓഫ് ക്ലാസ്, മെറ്റീരിയൽ ലൈഫ്, റെന്റ്, പ്രോഫിറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് എന്തിനെ കണക്ട് ചെയ്തു? വെബറിന്റെ സ്റ്റഡി ഓഫ് ഓർഗനൈസേഷനുമായിട്ട് കണക്ട് ചെയ്തു. ആരൊക്കെ? കാൾ മാർക്സിന്റെ ഡയലക്റ്റിക്കൽ മെത്തേഡിലൂടെ ആരടുത്ത് കണക്ട് ചെയ്തു? വെബറിന്റെ സ്റ്റഡി ഓഫ് ഓർഗനൈസേഷനെ കണക്ട് ചെയ്തു. അതുപോലെ തന്നെ ഇത് എന്തിനെ അനലൈസ് ചെയ്തു? ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഓർഗനൈസേഷൻ, സോഷ്യൽ ആക്ടേഴ്സ് ലൈക്ക് സ്റ്റേറ്റ്, സോഷ്യൽ ക്ലാസ്സസ്. എക്സാമ്പിൾ, ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡസ്ട്രിയൽ ഇൻട്രസ്റ്റ് ആൻഡ് അഗ്രേറിയൻ ഇൻഡെക്സ്. അതായത് ഇതിലൂടെ ഫസ്റ്റ് അപ്രോച്ചിലൂടെ എന്താണ് സംഭവിച്ചത്? ഓർഗനൈസേഷനും സോഷ്യൽ ആക്ടേഴ്സും തമ്മിലുള്ള ഇന്ററാക്ഷനെയാണ് അനലൈസ് ചെയ്തത്. എങ്ങനെയാണ് ഒരു സോഷ്യൽ ഓർഗനൈസേഷനും സോഷ്യൽ ആക്ടേഴ്സിനെയും ലൈക്ക് അവര് തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ എങ്ങനെയാണ്? ഫോർ എക്സാമ്പിൾ, സോഷ്യൽ ക്ലാസ്സസ് ആയി ഇൻഡസ്ട്രിയൽ ഇൻട്രസ്റ്റ്, ലൈക്ക് ഇൻഡസ്ട്രിയൽ ഗ്രൂപ്പ് ഓഫ് ആൾക്കാര്, അല്ലെങ്കിൽ അഗ്രേറിയൻ ഗ്രൂപ്പ് ഓഫ് ആൾക്കാര്, അവരും സോഷ്യൽ ആക്ടേഴ്സും അവിടെ ഉള്ള ആൾക്കാർ, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സോഷ്യൽ ആക്ടേഴ്സും തമ്മിലുള്ള ഇന്ററാക്ഷനെയാണ് ഫസ്റ്റ് അപ്രോച്ചിലൂടെ ആര് മനസ്സിലാക്കാൻ ശ്രമിച്ചത്? തിങ്കേഴ്സ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചത്. അടുത്ത സെക്കൻഡ് അപ്രോച്ചില് മെയിൻ സംഭവം എന്ന് പറയുന്നത് റോൾ ഓഫ് നെറ്റ്വർക്ക്സ് ഇൻ എക്കണോമി. എങ്ങനെയാണ് എക്കണോമിയിലുള്ള ഡിഫറെന്റ് റോൾസ്, അതെങ്ങനെയാണ് സമൂഹത്തിലെ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് സ്ട്രക്ചറൽ റിസൾട്ട് ഉണ്ടാക്കുന്നത്. Inspired by elite studies, this approach analyzes the elite relations with each other and their access and monopoly over social resources. അപ്പൊ ഈ അപ്രോച്ചിന്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഇലൈറ്റ് സ്റ്റഡികളിലൂടെയാണ്. നമ്മൾ ഇലൈറ്റ് തിയറി ഒക്കെ കേട്ടിട്ടില്ലേ? ഒളിഗാർക്കി, പിന്നെ സർക്കുലേഷൻ ഓഫ് ഇലൈറ്റ്സ് ഒരു ഇലൈറ്റ് തിയറിയാണ്. അങ്ങനെയുള്ള ഇലൈറ്റ് സ്റ്റഡീസിലൂടെ എങ്ങനെയാണ് ഇലൈറ്റ് റിലേഷൻസ് പരസ്പരം ആക്സസ് ചെയ്യും, അതിന്റെ ഒരു എഫക്ട് എങ്ങനെയാണ്, അതെങ്ങനെയാണ് സോഷ്യൽ റിസോഴ്സസിലും മോണോപ്പൊളി, അതായത് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിൽ കുറച്ച് ഇലൈറ്റ് ആൾക്കാരുണ്ടെങ്കിൽ അവർക്കായിരിക്കുമല്ലോ ഗവൺമെന്റിന്റെ ലോണും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടുന്നത്. അവർ ഇലൈറ്റ് ഇൻഫ്ലുവൻസ് എങ്ങനെയാണെന്ന് നോക്കിക്കണ്ടു. എങ്ങനെയാണ് ഓരോ എക്കണോമിക് ഇലൈറ്റും അലയൻസ്, സോഷ്യോ പൊളിറ്റിക്കൽ ലീഡേഴ്സുമായിട്ട് അലയൻസ് ഫോം ചെയ്യുന്നത്, ഈ അലയൻസ് എങ്ങനെയാണ് നാഷണൽ പോളിസീസിലും ബിസിനസ് ഡീൽസിലും ഒക്കെ അതിന്റെ റിസൾട്ട് എങ്ങനെയാണെന്നാണ് സെക്കൻഡ് അപ്രോച്ച് നോക്കിയത്. അതായത് ആദ്യത്തെ അപ്രോച്ച് എന്താണ് നോക്കിയത്? ഓർഗനൈസേഷനും സോഷ്യൽ ആക്ടേഴ്സും തമ്മിലുള്ള ഇന്ററാക്ഷൻ. സെക്കൻഡ് അപ്രോച്ച് നെറ്റ്വർക്ക്സ് ഓഫ് ദ എക്കണോമി, അതായത് റോൾ ഓഫ് ദ നെറ്റ്വർക്ക്സ് ഓഫ് ദ എക്കണോമി, അതാണ് നോക്കിയത്. ഇനി തേർഡ് എന്ന് പറയുമ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് ആണ്. ഇത് വരുന്നത് ആരെന്നാണ്? ഇമെയിൽ ഡക്കീം എന്നാണ്. ഇമെയിൽ ഡക്കീം പറയുന്നത് ദ പ്രാക്ടീഷണേഴ്സ് ഓഫ് ദിസ് പെർസ്വേഷൻ സ്റ്റഡി ദ ബിലീഫ്സ്, സോഷ്യൽ മിത്സ്, ഐഡിയോളജീസ് ആൻഡ് സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് എക്കണോമീസ് വിയ ദിസ് മെത്തഡ്. അതായത് എങ്ങനെയാണ് ഇവര് ബിലീഫിലൂടെയും സോഷ്യൽ മിത്തിലൂടെയും ഐഡിയോളജിയിലൊക്കെ കൂടെ എങ്ങനെയാണ് എക്കണോമിന്റെ ഒരു സോഷ്യൽ കൺസ്ട്രക്ഷൻ ഉണ്ടാവുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചിലൂടെ ആര് നോക്കുന്നത്? എക്കണോമിക് സോഷ്യോളജിസ്റ്റ് നോക്കുന്നത്. അപ്പൊ ബേസിക്കലി 3 അപ്രോച്ച് ആണ് എക്കണോമിക് സോഷ്യോളജിക്ക് ഉള്ളത്. ആദ്യം എന്ന് പറയുന്നത് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഓർഗനൈസേഷനും സോഷ്യൽ ആക്ടേഴ്സും. രണ്ടാമത്തെന്ന് പറയുമ്പോൾ റോൾ ഓഫ് നെറ്റ്വർക്ക് എക്കണോമി. ഇത് ആരിൽ നിന്നാണ് വരുന്നത്? ഇലൈറ്റ് തിയറിസ്റ്റുകളിൽ നിന്നാണ് വരുന്നത്. മൂന്നാമത്തെന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച്. അത് ഇമെയിൽ ഡക്കീം എന്നാണ് വരുന്നത്. അത് എങ്ങനെയാണ് ബിലീഫുകളും മിത്തുകളും ഐഡിയോളജികളും ഒക്കെ എങ്ങനെയാണ് ഒരു എക്കണോമിനെ കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നാണ് ഈ തേർഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചിലൂടെ നോക്കുന്നത്. ഇനി നമുക്ക് ഓരോ തിയറിസ്റ്റിനെയും ഡീറ്റെയിൽ ആയിട്ട് കാണാം. ആദ്യം നമ്മൾ നോക്കുന്നത് കാൾ മാർക്സ്. ഇയാളുടെ ഒരു ലൈഫ് ടൈം എന്ന് പറയുന്നത് 1818 to 1883. വൺ ഓഫ് ദ പയനിയർ ഓഫ് സോഷ്യോളജി ആണ്, എക്കണോമിക് സോഷ്യോളജി ആണ്. മെയിൻ വർക്ക്സ് എന്ന് പറയുന്നത് ദാസ് ക്യാപിറ്റൽ, അറിയാലോ എല്ലാവർക്കും. പിന്നെ മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ആളുടെ വൺ ഓഫ് ദ മെയിൻ കോൺട്രിബ്യൂഷൻ ആണ്. ക്ലാസ് സ്ട്രഗിൾ, അങ്ങനെ നമുക്ക് എല്ലാവർക്കും അറിയാലോ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ അതൊക്കെ. അപ്പൊ ഇയാൾ പറയാണ് എന്ത്? ലേബർ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എക്സിസ്റ്റൻഷ്യൽ കണ്ടീഷൻ ഓഫ് ഹ്യൂമൻ സൊസൈറ്റി ആൻഡ് ഓൾ അതർ ആക്ടിവിറ്റീസ് ആർ ഓർഗനൈസ്ഡ് അറൌണ്ട് ദിസ്. അപ്പൊ കാൾ മാർക്സ് പറയാണ് ലേബർ
അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയാണ് ബേസിക്കലി ആയിട്ട് ഹ്യൂമന് വേണ്ട ഒരു എക്സിസ്റ്റൻഷ്യൽ കണ്ടീഷനാണ്. ഹ്യൂമൻസ് നിലനിൽക്കണമെങ്കിൽ ലേബർ വേണം. അതിനെ ചുറ്റിപ്പറ്റിയാണ് എല്ലാ ആക്ടിവിറ്റീസും ഓർഗനൈസ് ചെയ്തിരിക്കുന്നതെന്നാണ് ആര് പറയുന്നത്? കാൾ മാർക്സ് പറയുന്നത്. അയാളുടെ മെയിൻ വർക്കായ ക്യാപിറ്റലിൽ ഇയാളെ ആരെ ക്രിട്ടിസൈസ് ചെയ്തു? ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകാരെ ക്രിട്ടിസൈസ് ചെയ്തു. ക്ലാസിക്കൽ എക്കണോമിക്സുകാര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ബേസിസിലായിരുന്നു എക്കണോമിക്സിനെ അനലൈസ് ചെയ്തത്. സോഷ്യോ കൾച്ചറൽ കോണ്ടക്സ്റ്റുകളൊന്നും നോക്കിയില്ല. അപ്പൊ മാർക്സും അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്യാപിറ്റലിസ്റ്റും വർക്കേഴ്സുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ്, അതായത് ക്യാപിറ്റലിസ്റ്റ് വർക്കേഴ്സിനെ വളരെയധികം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതാണല്ലോ കാൾ മാർക്സിന്റെ തിയറികളിൽ അയാൾ പറയുന്നത്. അപ്പൊ ഇതിനെപ്പറ്റി ആരും മനസ്സിലാക്കിയില്ല. ക്ലാസിക്കൽ എക്കണോമിക്സ് മനസ്സിലാക്കിയതുമില്ല, ഇതിനെപ്പറ്റി അവർ പറയാൻ വേണ്ടി ശ്രമിച്ചതില്ല. അതുകൊണ്ട് തന്നെ കാൾ മാർക്സ് ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകാരെ ക്രിട്ടിസൈസ് ചെയ്തു. അതുപോലെ തന്നെ ഇയാളുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് മീൻസ് ഓഫ് പ്രൊഡക്ഷനും വേജ്ഡ് ലേബറിലൊക്കെ ഉള്ള ഒരു ഓണർഷിപ്പിനെ പറ്റിയിട്ടാണ് ഫോക്കസ് ചെയ്തത്. അതിന് ഇയാൾ എന്ത് ചെയ്തു? ക്വസ്റ്റ്യൻ ചെയ്തു. അതായത് ഈ ഓണർഷിപ്പിനെ ബേസ് ചെയ്തിട്ടായിരിക്കുമല്ലോ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകംസും സംഭവിക്കുന്നത്. അപ്പൊ മെയിൻലി ഇയാളുടെ ഫോക്കസ് എന്ന് പറയുന്നത് ആരുടെ കയ്യിലാണ് ഓണർഷിപ്പ് ഉള്ളത്, അല്ലെങ്കിൽ ആരാണ് ഈ വേജ്ഡ് ലേബറിന്റെ മെയിൻ വക്താക്കള്, ഇതിലൂടെ എന്താണ് സംഭവിക്കുന്നത്, ലൈക്ക് ഇതിലൂടെ സൊസൈറ്റിയിൽ എന്താണ് സംഭവിക്കുന്നത്, ജോലിക്കാരുടെ എക്സ്പ്ലോയിറ്റേഷൻ, വർക്കേഴ്സിന്റെ എക്സ്പ്ലോയിറ്റേഷനെയൊക്കെയാണ് ആര് ഫോക്കസ് ചെയ്തത്? കാൾ മാർക്സ് ഫോക്കസ് ചെയ്തത്. ഇയാള് ജർമ്മൻ ഫിലോസഫറായ ഹേഗലിന്റെ ഒരു ഡയലറ്റിക് വിഷനിലൂടെയാണ്, അതാണ് ഇയാളുടെ മെയിൻ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ഇയാൾ ബാക്കിയുള്ള തിയറികളൊക്കെ ഇവോൾവ് ചെയ്തെടുത്തതെന്നാണ് ഇയാൾ തന്നെ പറയുന്നത്. ഇയാൾ പറയുന്നത് ക്ലാസ് ഫോർമേഷനും സോഷ്യൽ ട്രാൻസ്ഫോർമേഷനും ഒക്കെ ഒരു ഡയലറ്റിക് വിഷനിലൂടെ ഇയാൾ മനസ്സിലാക്കി. എന്നിട്ട് ഇയാൾ പറയാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത് എന്താണ്? മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ ഏതെങ്കിലും മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഓൺ ചെയ്യുന്നത് ആരായിരിക്കും? ക്യാപിറ്റലിസ്റ്റ് ആയിരിക്കും. പൈസ ഉള്ള കുറച്ച് പേരായിരിക്കും, അവരുടെ കയ്യിലായിരിക്കും മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇതിലൂടെ എന്ത് സംഭവിക്കും? പോളറൈസേഷൻ ബിറ്റ്വീൻ സോഷ്യൽ ക്ലാസസ്. പോളറൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ നമുക്ക് ഏർത്തിന് 2 പോളുണ്ട്, നോർത്ത് പോളും സൗത്ത് പോളും. അപ്പൊ ഈ ക്യാപിറ്റലിസം ഉണ്ടാകുമ്പോൾ സോഷ്യൽ ക്ലാസ്സിലുള്ള ആൾക്കാർ 2 പോളിലേക്കായി മാറും. അതായത് ഇവർ തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് വളരെയധികം കൂടി 2 പോളിലേക്ക് മാറും. പോളറൈസേഷൻ ഉണ്ടാവും. ഇതിലൂടെ എന്തുണ്ടാവും? ഇന്റൻസിഫിക്കേഷൻ ഓഫ് കോൺഫ്ലിക്റ്റ്, വഴക്കുകൾ ഉണ്ടാവും. ഈ 2 ഗ്രൂപ്പുകൾ തമ്മിൽ വഴക്കുകൾ ഉണ്ടാവും. ഇതിലൂടെ എന്ത് ചെയ്യും? എക്കണോമിക് ഓർഗനൈസേഷന്റെ പഴയ ഫോം ആയിട്ടുള്ള ക്യാപിറ്റലിസത്തിനെ ഓവർത്രോ ചെയ്യും എന്നാണ് ആര് പറയുന്നത്? കാൾ മാർക്സ് പറയുന്നത്. ഇയാളുടെ മെയിൻ ക്രിട്ടിക്ക് അതാണ്. ഒരിക്കലും അത് സംഭവിച്ചിട്ടില്ല. ഇത്രയും കാൾ മാർക്സ് ഈ തിയറി പ്രൊപ്പോണ്ട് ചെയ്ത് ഇത്രയും നാളായിട്ട് പോലും ആരെ ഓവർത്രോ ചെയ്തിട്ടില്ല. ക്യാപിറ്റലിസ്റ്റിനെ വർക്കേഴ്സ് ഒരിക്കലും ഓവർത്രോ ചെയ്തിട്ടില്ല. അതാണ് ഇയാളുടെ വർക്കിന്റെ മെയിൻ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. പിന്നെ ഇയാള് പറയാണ് ഇനി ക്യാപിറ്റലിസ്റ്റ് എക്കണോമി ബേസ്ഡ് ഓൺ പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, ഗുഡ്സ് കനോട്ട് ബി പ്രൊഡ്യൂസ് ഇഫ് ദർ ഇസ് നോ പ്രോഫിറ്റ് ഫോർ ദ ഹോൾഡേഴ്സ് ഓഫ് ക്യാപിറ്റൽ. അതായത് ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിലാണെങ്കിൽ എന്താണ്? പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആണല്ലോ. അവിടെ ഗുഡ്സ് അതായത് ഈ ക്യാപിറ്റലിസ്റ്റുകാർക്ക് ഒരു പ്രോഫിറ്റ് ഇല്ലാതെ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യത്തില്ലെന്നാണ് ആര് പറയുന്നത്? കാൾ മാർക്സ് പറയുന്നത്. ഇതിലൂടെ ഇയാൾ സർപ്ലസ് വാല്യൂവിനെ പറ്റി പറയുന്നുണ്ട്. അതായത് സർപ്ലസ് വാല്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ വർക്കർ, ഇപ്പോ ഒരു ജോലിക്കാരന് ദിവസം 8 മണിക്കൂർ വർക്ക് ചെയ്യുന്നതിന് 10 രൂപയാണെന്ന് വിചാരിക്കും. 10 രൂപയാണ് അയാളെ സാലറി എങ്കിൽ അയാൾക്ക് അത്രയും വർക്ക് ചെയ്താൽ മതി. പക്ഷെ 10 രൂപയുടെ സാലറിക്ക് ഇയാൾ 8 മണിക്കൂർ കൂടുതൽ വർക്ക് ചെയ്ത് പക്ഷെ അയാൾക്ക് 10 രൂപയെ കിട്ടുന്നുള്ളൂ. അപ്പൊ ആ ഒരു ഡിഫറൻസ് ഇല്ലേ, അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സർപ്ലസ് വാല്യൂ എന്ന് വിളിക്കുന്നത്. When an individual worker is used in the productive process, he creates added value over what is necessary to pay his wages. അയാളുടെ ജോലിയിൽ കിട്ടുന്ന ശമ്പളത്തിന് ഉപരി കൊടുക്കുന്ന ഒരു ആഡഡ് വാല്യൂ, അതാണ് എന്തെന്ന് പറയുന്നത്? കാൾ മാർക്സ് സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇയാൾ പറയാണ് ഇൻ എ കോമ്പറ്റേറ്റീവ് സിറ്റുവേഷൻ, ഒരു കോമ്പറ്റേറ്റീവ് സിറ്റുവേഷനിൽ capitalist entrepreneur have an interest in introduce new machines, thereby increasing fixed capital at the expense of labor. അതായത് ഇങ്ങനെയുള്ള സാഹചര്യത്തില് ഇപ്പം സർപ്ലസ് വാല്യൂ ഉണ്ടായല്ലോ. സർപ്ലസ് വാല്യൂ ഡബിൾ, ആ ഒരു ഇവർക്ക് ഇവരുടെ പ്രോഫിറ്റ് കൂട്ടണമല്ലോ. പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടി അവർ എന്താണ് ചെയ്യുന്നത്? ഫിക്സഡ് ക്യാപിറ്റൽ കൂട്ടും. ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോഴത്തേക്കും ഈ മെഷീൻസ്, ലാൻഡ്, അങ്ങനെയുള്ള സംഭവങ്ങൾ അതിന്റെ അളവ് കൂട്ടും കോമ്പറ്റേറ്റീവ് സിറ്റുവേഷനിൽ ഇവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിലൂടെ ഇപ്പം ക്യാപിറ്റൽ കൂട്ടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ലേബറിന്റെ കോസ്റ്റ് കുറയും. ഇപ്പം 10 പേര് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയില് ഒരു വലിയൊരു മെഷീൻ കൊണ്ടുവന്നു. ആ മെഷീൻ 5 പേരുടെ ജോലി ചെയ്യുമെങ്കിൽ ഈ 5 പേരുടെ ജോലിയല്ലേ പോകുന്നത്. അപ്പൊ ഈ 5 പേരുടെ കോസ്റ്റ് ഓഫ് ലേബർ എന്തായും? വളരെയധികം കുറയുകയും ചെയ്യും.
ക്യാപിറ്റലിസ്റ്റ് എന്താ ഉണ്ടാവും, നല്ലൊരു എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ഇങ്ങനെ സംഭവിക്കുമ്പോൾ കുറച്ച് നോക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ള ഇൻഡസ്ട്രീസ് മനസ്സിലാവും ഇവരിങ്ങനെ ചെയ്തപ്പോഴത്തേക്കും ഇവരുടെ പ്രോഫിറ്റ് കൂടിയപ്പോഴത്തേക്കും ബാക്കിയുള്ളവരും അങ്ങനെ ഒരു ആ ഒരു പുതിയ ഫിക്സഡ് ക്യാപിറ്റൽ കൂട്ടാൻ വേണ്ടി ബാക്കിയുള്ള ഇൻഡസ്ട്രീസും ശ്രമിക്കും. പക്ഷെ ഇതിന് എന്താണ് രണ്ട് മെയിൻ കോൺസിക്വൻസസ് ഉണ്ടെന്നാണ് ആര് പറയുന്നത്, കാൾ മാർക്സ് പറയുന്നത്. ഒന്ന് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാക്കും. ഇപ്പം 10 പേര് ചെയ്യുന്ന ജോലി 5 പേരുടെ ജോലി ഒരു മെഷീൻ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തുണ്ട്, 5 പേരുടെ ജോലി നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അവിടെ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവും. അതിലൂടെ വർക്കേഴ്സിന്റെ കണ്ടീഷനിൽ വളരെയധികം വളരെ അപലപനീയമായിരിക്കും, മോശപ്പെട്ട ഒരു കണ്ടീഷൻ ആയിരിക്കും വർക്കേഴ്സിന് ഉണ്ടാവുക. അതുപോലെ തന്നെ രണ്ടാമത്തെ എന്താണ്, ഇറ്റ് ലീഡ്സ് ടു ടെൻഡൻസി ഫോർ ദ റേറ്റ് ഓഫ് പ്രോഫിറ്റ് ടു ഫോൾ, റെഡ്യൂസിംഗ് ദ സ്റ്റിമുലസ് ടു പ്രൊഡക്ഷൻ. അപ്പൊ എല്ലാവരും ഈ ഒരു ഫിക്സഡ് ക്യാപിറ്റൽ കൂട്ടുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോൾ എന്തുണ്ടാവും, ഈ പ്രോഫിറ്റ് ഫോൾ ആവും. ആദ്യം കിട്ടിക്കൊണ്ടത് അത്രയും പ്രോഫിറ്റ് കിട്ടത്തില്ല. അതുപോലെ അത് എന്തിനെ റെഡ്യൂസ് ചെയ്യും, പ്രൊഡക്ഷന്റെ സ്റ്റിമുലസിനെ റെഡ്യൂസ് ചെയ്യുന്നതാണ് ആര് പറയുന്നത്, കാൾ മാർക്സ് ഇതിന്റെ കോൺസിക്വൻസസ് ആയിട്ട് പറയുന്നത്. പിന്നെ ഇയാൾ പറയാണ് അപ്പം പ്രോഫിറ്റ് എപ്പോ സംഭവിച്ചാലും അത് എന്തിന്റെ ഇതിലായിരിക്കും, വർക്കേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് വർക്കേഴ്സിനെ ദുരുപയോഗം ചെയ്തിട്ടാണ് എപ്പോഴും പ്രോഫിറ്റ് ഉണ്ടാകുന്നതെന്നാണ് ആര് പറയുന്നത്, പ്രോഫിറ്റിനെ അങ്ങനെയാണ് കാൾ മാർക്സ് കാണുന്നത്. Marx demonstrated the growing differentiations in the class structure and the autonomous influence of culture and politics on the consciousness and action of the social class. അതായത് ക്ലാസ് സ്ട്രക്ചറിൽ വളരെയധികം ഡിഫറൻസിയേഷൻ ഉണ്ടാവുകയും കൾച്ചറിലും പൊളിറ്റിക്സിലും, അതായത് കൾച്ചറിനും പൊളിറ്റിക്സിനും സോഷ്യൽ ക്ലാസസിന്റെ ആക്ഷനിൽ, അതായത് വർക്കേഴ്സിന്റെ അല്ലെങ്കിൽ ഓരോരോ സോഷ്യൽ ക്ലാസസിന്റെ ആക്ഷൻസിന് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ആര് പറയുന്നുണ്ട്, കാൾ മാർക്സ് പറയുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മാക്സ് വെബർ. ഇയാളുടെ ടൈം ലൈൻ എന്ന് പറയുന്നത് 1864 ജനിക്കുകയും 1920 ഇദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുകയും ചെയ്യുന്നത്. Weber's research during the first half of 1890s raised important theoretical questions about economic sociology as well as drawing attention to the crucial role that must be attributed to non-economic cultural and institutional conditions in understanding economic behavior. അതായത് വെബർ പറയുന്നത് എന്താണ്, 1890s അയാളുടെ റിസർച്ചിന്റെ കാലഘട്ടത്തിൽ ഇയാൾ പറയാണ് നമ്മളൊരു എക്കണോമിക് സോഷ്യോളജി ബേസിക് സംഭവം, ലൈക് ബേസിക് ക്വസ്റ്റ്യൻ ആയ നമ്മൾ പറഞ്ഞില്ലേ സോഷ്യോളജിക്കൽ ഇൻസൈറ്റിലൂടെ എക്കണോമിക് ഫിനോമിനെ കാണണം എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഇയാൾ പറയാണ് നമ്മളൊരു എക്കണോമിക് സംഭവത്തിനെ മനസ്സിലാക്കണമെങ്കിൽ നോൺ എക്കണോമിക് ഫാക്ടേഴ്സ് ആയ കൾച്ചറൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ കണ്ടീഷൻസിനെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം എന്നാണ് ആര് പറയുന്നത്, മാക്സ് വെബറും പറയുന്നത്. അപ്പോൾ മാക്സ് വെബറിന്റെ മെയിൻ വർക്കായ പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം, ഇതാണ് മോഡേൺ ക്യാപിറ്റലിസത്തിന്റെ ഒറിജിനൽ തിയറി ആയിട്ട് ആര് പറയുന്നത്, ലൈക് എല്ലാവരും എക്കണോമിക് സോഷ്യോളജി മാത്രമല്ല സോഷ്യോളജി കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ വെബർ പറയുന്നത് എന്താണ്, എക്കണോമിക്സുകൾ ആ സമയത്തുള്ള എക്കണോമിക്സുകൾ ലൈക് ക്യാപിറ്റലിസത്തിന്റെ ഒറിജിനേഷൻ അല്ലെങ്കിൽ അത് ഉണ്ടായതിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തെന്നാണ് വെബർ പറയുന്നത്. അവർ അതിന്റെ സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റിനെയൊക്കെ മനസ്സിലാക്കിയിരുന്നത് തെറ്റായ രീതിയിലാണെന്നാണ് ആര് പറയുന്നത്, തെറ്റായ രീതിയിലാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നതെന്നാണ് മാക്സ് വെബർ പറയാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഇയാൾ പറയുകയാണ്, ഹി ഇൻവെസ്റ്റിഗേറ്റഡ് ദ കൾച്ചറൽ വാല്യൂസ് ഓഫ് മെനി സിവിലൈസേഷൻ ആൻഡ് ഐഡന്റിഫൈഡ് ദാറ്റ് പ്രൊട്ടസ്റ്റന്റ് എത്തിക് ഇൻസ്പയർഡ് ബൈ കാൽവിനിസം ഹാഡ് പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ ദ ഫോർമേഷൻ ഓഫ് ക്യാപിറ്റലിസ്റ്റ് ഐഡിയാസ്. അതായത് ക്യാപിറ്റലിസ്റ്റ് ഐഡിയാസിന്റെ ഒരു ലൈക് ഫോർമേഷന് കാരണം കാൽവിനിസ്റ്റ് ഐഡിയയിൽ നിന്നും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ് ആണെന്നാണ് ആര് പറയുന്നത്, വെബർ പറയുന്നത്. അപ്പൊ ഇതിലൂടെയാണ് ഇയാളുടെ മെയിൻ വർക്കായിട്ടുള്ള പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം ഉണ്ടാവുന്നത്. ഇതിലൂടെ ഇയാൾ പറയുകയാണെന്ത്, ദ ഡോക്ട്രിൻ ഓഫ് പ്രീഡെസ്റ്റിനേഷൻ ഹാഡ് പ്രൈംഡ് മെനി പീപ്പിൾ ടു റീഡ് ദ സൈഡ് ഓഫ് ബീങ് ചൂസൺ ഇൻ ടേംസ് ഓഫ് ദർ മെറ്റീരിയൽ പ്രോസ്പെറിറ്റി. അതായത് പ്രൊട്ടസ്റ്റന്റ് എത്തിക്സിന്റെ ഒരു മെയിൻ ഡോക്ട്രിൻ ആണ് എന്ത്, പ്രീഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റന്റ്സിന്റെ ഒരു മെയിൻ ഡോക്ട്രിൻ ആണ് എന്തെന്ന് പറയുന്നത്, പ്രീഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അതായത് ഇത് കഴിഞ്ഞൊരു ജീവിതം ഉണ്ടെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇതിലൂടെ മെറ്റീരിയൽ പ്രോസ്പെറിറ്റി, അതായത് ഈ ഒരു ദൈവം തന്ന ജീവിതത്തിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത് നമ്മൾ മടി കൂടാതെ ഇരിക്കണം, എന്നെങ്കിലേ നമുക്ക് അടുത്തൊരു ജീവിതത്തിലേക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവൂ എന്നുള്ളതാണ് ഡോക്ട്രിൻ ഓഫ് പ്രീഡെസ്റ്റിനേഷനിലൂടെ ലൈക് പ്രൊട്ടസ്റ്റന്റ്സ് പറയുന്നത്. അപ്പൊ ഇത് എന്തിനെ ലൈക് ഇൻഫ്ലുവൻസ് ചെയ്തു, വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെറ്റീരിയൽ പ്രോസ്പെറിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് അവിടെയുള്ള പ്രൊട്ടസ്റ്റന്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തു. അതുപോലെ തന്നെ മെനി പീപ്പിൾ സ്റ്റാർട്ടഡ് സീയിങ് ദെയർ വർക്ക് ലൈഫ് ആസ് എ മേജർ സിമ്പിൾ ഓഫ് ദർ ഡെസ്റ്റിനി. അപ്പം വർക്ക് ലൈഫിനെയാണ് അവരൊരു ഡെസ്റ്റിനി ആയിട്ട് ലൈക് ആ ഒരു പ്രൊട്ടസ്റ്റന്റ് ആയിട്ടുള്ള ആൾക്കാർ കണക്കാക്കിയിരുന്നത്. Following the Calvinistic principles of hard work, investment and saving, people started forming their own criteria of success and devised ways to become the chosen ones. അപ്പോൾ ഈ കാൽവിനിസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഹാർഡ് വർക്കിലൂടെ ഇവർ എന്ത് ചെയ്തു, ഇൻവെസ്റ്റ്മെന്റും സേവിങ്ങും ഒക്കെ കൂട്ടാനും ലൈക് അതിലൂടെ അവരുടെ ഒരു മെറ്റീരിയൽ പ്രോസ്പെറിറ്റി കൂട്ടുകയും അവരുടെ ഒരു സക്സസിലേക്കുള്ള ക്രൈറ്റീരിയ ഡിവൈസ് ചെയ്യുകയും അതിലൂടെ അവർ ചൂസൺ വൺസ്, അതായത്
ഒരു അടുത്ത ജീവിതത്തിലേക്ക് അവരായിരിക്കണം ചൂസൺ വൺസ് എന്നുള്ള രീതിയിൽ അവർ മെറ്റീരിയൽ പ്രോസ്പെരിറ്റി ഈ പ്രൊട്ടസ്റ്റന്റ് ആയിട്ടുള്ള ആൾക്കാര് ലൈക്ക് അവര് അതിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. For instance, those who worked hard are pious, honest, are usually seen as recipients of God's work. ഗോഡ്സ് ഫേവർ. അതായത് നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള പയസും ഓണസ്റ്റും ആയിട്ടുള്ള അത് സത്യസന്ധനുമായിട്ടുള്ള നല്ലപോലെ കഠിനാധ്വാനം ചെയ്യുന്നവരായിരിക്കും ദൈവത്തിന്റെ ലൈക്ക് റെസിപ്പിയൻസ് അല്ലെങ്കിൽ ദൈവത്തിന്റെ നന്മയുടെ ലൈക്ക് ആ ഒരു റിസൾട്ടൻസ് ഇവരായിരിക്കും എന്നാണ് ആര് വിശ്വസിച്ചിരുന്നത്? പ്രൊട്ടസ്റ്റൻസ് വിശ്വസിച്ചിരുന്നത്. അതുപോലെ തന്നെ വർക്ക് ഒരു കാളിംഗ് ആയി മാറുകയും അതുപോലെ തന്നെ ആ ഒരു കാളിംഗ് അതായത് ദൈവത്തിലേക്ക് അടുക്കണമെങ്കിൽ ജോലി ചെയ്യണമെന്ന് പ്രൊട്ടസ്റ്റൻസ് വിശ്വസിക്കുകയും അതിലൂടെ ഓരോ ഇൻഡിവിജ്വൽസിന്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് കൂടുകയും ചെയ്തു. However, the spirit of capitalism did not only evolve the search of profit as an ethical duty, but also a commitment to the productive use of capital and a condemnation of luxury goods and pleasure. അതുപോലെ തന്നെ ഒരു ക്യാപിറ്റലിസം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഒരു എത്തിക്കൽ ഡ്യൂട്ടി ആയിട്ട് മാത്രം മാറുകയും മാത്രമല്ല ചെയ്തത്. അതുപോലെ തന്നെ ക്യാപിറ്റലിനെ ഒരു പ്രൊഡക്റ്റീവ് യൂസ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ആൾക്കാർ കമ്മിറ്റ് ചെയ്യും. അതുപോലെ തന്നെ ലക്ഷറി ഗുഡ്സിനെയും പ്ലഷറിനെയൊക്കെ അവർ വേണ്ടെന്ന് വെച്ചു. അതായത് ജീവിതം എന്ന് പറയുന്നത് കഠിനാധ്വാനം ചെയ്യാനുള്ളതാണെന്ന്, മറിച്ച് സുഖിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ലക്ഷറി ലൈഫിലേക്ക് ആ ഒരു ലക്ഷറി ഒക്കെ അവരെന്ത് ചെയ്തു മാറ്റി വെക്കുകയാണ് പ്രൊട്ടസ്റ്റൻസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ വെബർ ആർഗ്യൂ ചെയ്യാണ്, അതായത് ക്യാപിറ്റലിസത്തിന്റെ ബെഡ്റോക്ക് അല്ലെങ്കിൽ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഓഫ് പ്രൊഡക്ഷൻ ഇവോൾവ് ചെയ്യാനുള്ള കാരണം ഈ പ്രൊട്ടസ്റ്റൻസിന്റെ ഈ കൾച്ചറൽ ഐഡിയാസ് അല്ലെങ്കിൽ അവരുടെ ട്രഡീഷൻ ആണ് ക്യാപിറ്റലിസം, മോഡേൺ ക്യാപിറ്റലിസത്തിന്റെ എവല്യൂഷൻ എന്നാണ് ആര് പറയുന്നത്? മാക്സ് വെബർ പറയുന്നത്. He consequently believed that an appropriate institutional framework was necessary for the sphere of production as well as for labor and finance. അതുപോലെ തന്നെ ഇയാൾ എന്തിനു ബിലീവ് ചെയ്തു? ഈ ഒരു സ്പിയർ ഓഫ് പ്രൊഡക്ഷനിലേക്ക് ആ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് വേണം എന്നാണ് ആര് പറയുന്നത്? മാക്സ് വെബർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളുടെ ക്ലാസ് ഫോർമുല എക്കണോമിക് സോഷ്യോളജിയിലേക്കും അയാൾ എന്ത് ചെയ്തു? കോൺട്രിബ്യൂട്ട് ചെയ്തു. അതായത് ഹിസ് ഐഡിയ ഓഫ് റബ്ബിംഗ് ദ ഐഡിയൽ ടൈപ്സ് അഗെയിൻസ്റ്റ് ദ എംപറിക്കൽ റിയാലിറ്റീസ് ടു പ്രൊഡ്യൂസ് ദ ആക്ച്വൽ എക്സ്പീരിയൻസ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഹിസ് വേർഷൻ ഓഫ് ഡൂയിങ് സോഷ്യോളജി. അതായത് മാക്സ് വെബറിന്റെ മെയിൻ ഒരു ഐഡിയ എന്ന് പറയുന്നത് എന്താണ്? ഐഡിയൽ ടൈപ്പ്. അതായത് ഐഡിയൽ ടൈപ്പ് എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ട് ആണ്. എങ്ങനെയാണ് ഒരു നല്ല പ്രൊഡക്ഷൻ പ്രോസസ്സ് വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയൽ കൺസ്ട്രക്ട് ആരുണ്ടാക്കിയെടുത്തു? മാക്സ് വെബർ ഉണ്ടാക്കിയെടുത്തു. ഈ ഒരു ക്ലാസ് ഫോർമുല ആര് എന്തിലേക്ക് അപ്ലൈ ചെയ്തു? ഇക്കണോമിക് സോഷ്യോളജിയിലേക്ക് മാക്സ് വെബർ അപ്ലൈ ചെയ്യാണ് ചെയ്തത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇമാനുൽ ഡർക്കീം. ഇമാനുൽ ഡർക്കീം ലൈക്ക് അദ്ദേഹത്തിന്റെ ടൈം ലൈൻ എന്ന് പറയുമ്പോഴത്തേക്കും 1850 to 1970 ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. അപ്പൊ എല്ലാവർക്കും ബേസിക്കലി അറിയാവുന്ന മെയിൻ വർക്ക്സ് എന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് ലേബർ, എലമെന്ററി ഫോംസ് ഓഫ് റിലീജിയസ് ലൈഫ്, റൂൾസ് ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡ്, പിന്നെ സൂയിസൈഡ്, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ മെയിൻ വർക്ക്. അപ്പോ ഡർക്കീം ഇക്കണോമിക് സോഷ്യോളജിനെ പറ്റി പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഇക്കണോമിക്സിനെ പറ്റി പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ economic factor depends on social phenomena because it is embedded in social institution norms, values, that is social embedments പ്രിൻസിപ്പിൾ. അതായത് ഇക്കണോമിക് ഫാക്ടറിനെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്താണ്? ഒരു സോഷ്യൽ ഫിനോമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എക്കണോമിക് ഫാക്ടർ ഉണ്ടാവുന്നതെന്നാണ് ആര് പറയുന്നത്? ഡർക്കീം പറയുന്നത്. അതായത് ഇപ്പൊ എക്കണോമിക്സ് ഉണ്ടാവുന്ന ഒരു സൊസൈറ്റിയിലാണ്. ഒരു സൊസൈറ്റിയിൽ ഇക്കണോമിക്സ് ഉണ്ടാകുമ്പോഴത്തേക്കും അവിടെ എന്തൊക്കെയുണ്ട്? സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, നോംസ് ഉണ്ട്, വാല്യൂസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ എംബഡഡ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോ ഈ ഇതിന്റെ ഒരു റിസൾട്ടന്റ് ആയിരിക്കും ഇക്കണോമിക് ഫാക്ടർ എന്ന് പറയുന്നത്. എക്കണോമിക് ഫാക്ടർ എന്ന് ആര് പറയുന്നു? ഡർക്കീം പറയുന്നു. അതായത് ഡർക്കീമിന്റെ സോഷ്യൽ എംബഡ്നെസ് പ്രിൻസിപ്പിൾ ആര് എന്തിലേക്ക് അപ്ലൈ ചെയ്യുന്നു? ഇക്കണോമിക് സോഷ്യോളജിയിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇയാളെ ലൈക്ക് മോസ്റ്റ് ഓഫ് ദ തിയറിസ്റ്റും വിളിക്കുന്നത് ഫാദർ ഓഫ് എക്കണോമിക് സോഷ്യോളജി ആയിട്ട് കണക്കാക്കുന്നത് ഇമാനുൽ ഡർക്കീമിനെയാണ്. Durkheim studied the emergence of industrial societies and aimed to provide sociological explanation of transformation in community lives. അതായത് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിന്റെ എവല്യൂഷനെ പറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു എമർജൻസിനെ പറ്റി ഡർക്കീം പഠിക്കുകയും അതിലൂടെ തന്നെ കമ്മ്യൂണിറ്റി ലൈഫ്സിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ, അതായത് എങ്ങനെയാണ് ഒരു അഗ്രികൾച്ചറൽ സൊസൈറ്റിയിൽ നിന്ന് ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലേക്ക് ആൾക്കാരുടെ കമ്മ്യൂണിറ്റി ലൈഫ്സിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റി അതിന്റെ ഒരു സോഷ്യോളജിക്കൽ എക്സ്പ്ലനേഷൻ ആര് കൊടുക്കാൻ ശ്രമിച്ചു? ഡർക്കീം കൊടുക്കാൻ ശ്രമിച്ചു. Through his sociologism, that is society as sui generis thing, he analyzed the changes in what he calls social density. അതായത് അദ്ദേഹത്തിന്റെ സോഷ്യോളജിസത്തിലൂടെ, അതായത് സൊസൈറ്റി സൂയി ജനറസ് ആണെന്ന് അദ്ദേഹം എപ്പോഴും പറയുന്നുണ്ടല്ലോ, അതായത് യുണീക്ക് ആണെന്ന് പറയുന്നുണ്ടല്ലോ. അതിലൂടെ ഇയാൾ സോഷ്യൽ ഡെൻസിറ്റിനെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതായത് ഓരോ സൊസൈറ്റിനും, ഇൻഡസ്ട്രിയൽ സൊസൈറ്റിനെയും അഗ്രികൾച്ചറൽ സൊസൈറ്റിനെയും സോഷ്യൽ ഡെൻസിറ്റിനെ പറ്റി മനസ്സിലാക്കി അല്ലെങ്കിൽ അതിനെ പറ്റിയാണ് ഇമാനുൽ ഡർക്കീം പറയാൻ ശ്രമിച്ചത്.
അദ്ദേഹത്തിന്റെ ക്ലാസിക് ടെക്സ്റ്റ് ആയ ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് സൊസൈറ്റി 1893 അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. Durkheim claimed that with the advancement in technology and formation of towns, several groups of people came together with profound consequences. അതായത് ടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റിലൂടെ ടൗണുകളൊക്കെ ഫോം ചെയ്യുകയും അതുപോലെ തന്നെ എന്തുണ്ടായി, പീപ്പിള് ഓരോ ഡെഫിനറ്റ് ആയിട്ടുള്ള പീപ്പിൾ ഒരുമിച്ച് വരികയും ഡിഫറെന്റ് ഗ്രൂപ്പ് ഫോം ചെയ്യും. അതിന് ഡിഫറെന്റ് കോൺസിക്വൻസസും ഉണ്ടാവാൻ തുടങ്ങിയെന്ന് ആര് പറഞ്ഞു? എമേൽ ഡർക്കെയിം പറഞ്ഞു. പീപ്പിള് അതായത് ഓരോ ഗ്രൂപ്പിലുള്ള ആൾക്കാരും ഓരോ സ്പെസിഫിക് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ഡെവലപ്പ് ചെയ്തു. അതിലൂടെ എന്താണ്, പ്രീ ഇൻഡസ്ട്രിയൽ പീരീഡിൽ ഞാൻ പറഞ്ഞു എല്ലാവരും അറിയായിരിക്കും, ഒരാൾക്ക് തന്നെ മിക്ക സ്കില്ലുകളും അറിയായിരിക്കും. പക്ഷെ ഈ ഒരു പോസ്റ്റ് ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ അതായിരുന്നില്ല. എല്ലാവർക്കും എല്ലാ ടാസ്കും ചെയ്യാൻ പറ്റിയിരുന്നില്ലെന്നാണ് എമിൽ ഡർക്കെയിം പറയുന്നത്. ഓരോ ഇൻഡസ്ട്രിയലൈസേഷനിലും അർബനൈസേഷനിലും ഓരോ ആൾക്കാരും ഓരോ ടൈപ്പ് ഓഫ് വർക്കിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ അതിലൂടെ എന്തുണ്ടായി, സ്പെഷ്യലൈസേഷൻ ഓഫ് സർവീസസ് ഉണ്ടായി. ഓരോ ആൾക്കാരും ഓരോ വർക്കിലായിരിക്കും സ്പെഷ്യലൈസ് ചെയ്തിരുന്നത്. എല്ലാ ആൾക്കാർക്കും എല്ലാം അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു നിർബന്ധം ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ ഉണ്ടായില്ല. അതിനെ എന്താണ് റിസൾട്ട് ചെയ്തത്? സോഷ്യൽ ഡിഫറൻസിയേഷൻ ഉണ്ടായി, വിച്ച് ലെഡ് ടു ദ എമർജൻസ് ഓഫ് ദ ഓർഗാനിക് സോളിഡാരിറ്റി ഇൻ മോഡേൺ സൊസൈറ്റി. അതായത് ഓരോരുത്തരും സ്പെഷ്യലൈസ് ചെയ്യുകയും അതിലൂടെ ആൾക്കാർ തമ്മിലുള്ള സോഷ്യൽ ഡിഫറൻസിയേഷൻ, ആൾക്കാർ തമ്മിലുള്ള വ്യത്യസ്തത കൂടുകയും ചെയ്തു. ഇത് എന്തിനു റിസൾട്ട് ചെയ്തു? മോഡേൺ സൊസൈറ്റിയിൽ ഓർഗാനിക് സോളിഡാരിറ്റിന് റിസൾട്ട് ചെയ്തു എന്നാണ് ആര് പറയുന്നത്? എമിൽ ഡർക്കെയിം പറയുന്നത്. ഈ ഒരു ബ്രോഡർ ഷിഫ്റ്റ് എന്ന് പറയുന്നത് വാസ് കോൺസിക്വൻഷ്യൽ ഫോർ സൊസൈറ്റി ആസ് ന്യൂ ഫോംസ് ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ എമേർജ് ആൻഡ് സോഷ്യൽ ഫാബ്രിക് ബിക്കെയിം ഈവൻ മോർ കോംപ്ലക്സ്. അപ്പൊ സോഷ്യൽ ഡിഫറൻസിയേഷൻ ഉണ്ടാവുകയും ആൾക്കാർ പല പല രീതിയിലായിട്ട് മാറുകയും പോയെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? ഡിവിഷൻ ഓഫ് ലേബറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആൾക്കാർ തമ്മിലുള്ള ഒരു സോഷ്യൽ ഫാബ്രിക്, ആ സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന റിലേഷൻസ് എന്ന് പറയുന്നത് വളരെയധികം കോംപ്ലക്സ് ആയെന്നാണ് ആര് പറയുന്നത്? എമിൽ ഡർക്കെയിം പറയുന്നത്. Modern industrial society also underwent a shift in terms of their laws. It required flexible punishments such as fines, called restitutive laws instead of repressive laws of earlier times. അതായത് മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലെ പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമായ ഒരു റൂൾ സ്ട്രക്ചർ ഉണ്ടാവാൻ തുടങ്ങി. ഇവിടെ ഒരു ഫ്ലെക്സിബിൾ പണിഷ്മെന്റ് ആണ്. ഫ്ലെക്സിബിൾ പണിഷ്മെന്റിൽ ഫൈൻസുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങി. അതായത് നമ്മൾ അഗ്രികൾച്ചറൽ സൊസൈറ്റീനെ അദ്ദേഹം മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്ന് വിളിച്ചപ്പോൾ അവിടെ നമുക്ക് ഉണ്ടാവുന്നത് റെപ്രസീവ് ലോസ് ആണ്. പക്ഷെ മോഡേൺ സൊസൈറ്റിയിൽ എന്താണ് ഉണ്ടായത്? റെസ്റ്റിറ്റ്യൂട്ടീവ് ലോസ് ആണ് ഉണ്ടാവുന്നതെന്നാണ് എമിൽ ഡർക്കെയിം പറയുന്നത്. ഈ മോഡേൺ സൊസൈറ്റിന്റെ വേറൊരു ഫീച്ചർ ആണ് എന്ത്? ഇൻഡിവിജ്വലിസം കൂടി. അഗ്രികൾച്ചറൽ സൊസൈറ്റിയിൽ എല്ലാവരും ഒരുമിച്ചായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതായത് ആൾക്കാരുടെ ഇടയിൽ ഒരു ഇൻഡിവിജ്വലിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നില്ല, ഗ്രൂപ്പിനായിരുന്നു ഇമ്പോർട്ടൻസ് കൂടുതൽ. പക്ഷെ ഇത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരുന്നു ഇവിടെ മോഡേൺ സൊസൈറ്റിയിൽ. ഇവിടെ ഇൻഡിവിജ്വൽസ് ആയിരുന്നു ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഇൻഡിവിജ്വലിസം ഇവിടെ വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. His first important contribution was that he therefore criticized economist theory of action and formulated an institutional theory. അതുകൊണ്ട് തന്നെ ഇയാൾ എന്ത് ചെയ്തു? എക്കണോമിസ്റ്റുകളെ എന്ത് ചെയ്തു? ക്രിട്ടിസൈസ് ചെയ്യുകയും ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ തിയറി എന്തിലേക്ക് കൊണ്ടുവന്നു? ഇക്കണോമിക് സോഷ്യോളജിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഞാൻ പറഞ്ഞു 3 അപ്രോച്ചിൽ മൂന്നാമത്തെ അപ്രോച്ച് എന്താണ്? ഡർക്കെയിമിന്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച്. എന്തിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ്? ബിലീഫിനെയും മിത്തിനെയൊക്കെ ബേസ് ചെയ്തിട്ട് എക്കണോമിക് ഒരു സ്ട്രക്ചറിനെ ഓർഗനൈസ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഇയാളുടെ മെയിൻ കോൺട്രിബ്യൂഷൻ എന്താണ്? ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ തിയറിയാണ് എക്കണോമിക് സോഷ്യോളജിയിലേക്ക് അയാൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. Durkheim also provided a critique of utilitarian economists who were harping on rational action as the general nature of human society. അതുപോലെ തന്നെ ഇയാള് എന്തിനെ ക്രിട്ടിസൈസ് ചെയ്തു? അല്ലെങ്കിൽ യൂട്ടിലിറ്റേറിയൻ എക്കണോമിസ്റ്റുകളുടെ വർക്കിന് അയാൾ ഭയങ്കര ക്രിട്ടീക്കായിരുന്നു. അതായത് റാഷണൽ ആക്ഷൻ അല്ല. അതായത് യൂട്ടിലിറ്റേറിയൻ എക്കണോമിസ്റ്റ് ആഡം സ്മിത്തിനെ പോലുള്ള ആൾക്കാർ എന്താണ് പറയുന്നത്? ഇൻഡിവിജ്വൽസ് ആക്ട് ചെയ്യുന്നത് റാഷണൽ ആക്ഷനെ ബേസ് ചെയ്തിട്ടാണെന്നുള്ളതാണ്. പക്ഷെ റാഷണൽ ആക്ഷൻ നടക്കുന്ന കോണ്ടെക്സ്റ്റുകൾക്കാണ് ആര് ഇമ്പോർട്ടൻസ് കൊടുത്തത്? ഡർക്കെയിമിനെ പോലുള്ള സോഷ്യോളജിസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ യൂട്ടിലിറ്റേറിയൻ എക്കണോമിസ്റ്റുകളുടെ ഒരു വർക്കിൽ ആര് ക്രിട്ടിസൈസ്ഡ് ആയിരുന്നു? അതിൽ ക്രിട്ടീക്ക് ചെയ്തു ആര്? ഡർക്കെയിം ക്രിട്ടീക്ക് ചെയ്തു. The actual economic behavior of individuals was influenced by morals, norms and rules that altered as society changed. അതായത് ഒരു ഇൻഡിവിജ്വൽസിന്റെ എക്കണോമിക് ബിഹേവിയർ എന്ന് പറയുന്നത് മോറൽ നോംസിനെയും റൂൾസിനെയൊക്കെ ബേസ് ചെയ്തിരിക്കും. അത് ഓരോ സൊസൈറ്റിയിലും ഡിഫറെന്റ് ആയിരിക്കും. സൊസൈറ്റി മാറുന്ന അനുസരിച്ച് അതും മാറും എന്നാണ് ആര് പറയുന്നത്? എമിൽ ഡർക്കെയിം പറയുന്നത്. According to Durkheim, the reasons for the division of labor must be sought in a different social source. Variations in the social morphology and the nature of social relations are crucial sites for it. അതായത് ഡിവിഷൻ ഓഫ് ലേബറിന്റെ റീസൺ എന്ന് പറയുന്നത് അതിന്റെ ഒരു റീസൺ മനസ്സിലാക്കേണ്ടത് ഒരു വേറെ തന്നെ ഒരു
ഏരിയ ആണെന്നാണ് ആര് പറയുന്നത്? ഇമെയിൽ ഡർക്കിം. ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്തിനെയൊക്കെ കാണണം? സോഷ്യൽ മോർഫോളജിനെയും സോഷ്യൽ റിലേഷനെയൊക്കെ കാണണം. എങ്കിലേ നമുക്ക് എന്തിനെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ? ഡിവിഷൻ ഓഫ് ലേബർ എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതിനെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്ന് ആരാണ് പറയുന്നത്? ഇമെയിൽ ഡർക്കിം പറയുന്നത്. These are reflected in forms of solidarity and shared moral norms linking people with each other and regulating relationship. ഇത് എന്തിനെ റിഫ്ലക്ട് ചെയ്തു? സോളിഡാരിറ്റിനെ റിഫ്ലക്ട് ചെയ്യുകയും ഷെയർഡ് മോറൽ നോംസിനെ റിഫ്ലക്ട് ചെയ്യും. അതിലൂടെ പീപ്പിളിനെ ലിങ്ക് ചെയ്യും, റിലേഷൻഷിപ്പിനെ റെഗുലേറ്റ് ചെയ്യും. അതായത് ഇപ്പം ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലുള്ള ഒരു സോഷ്യൽ റിലേഷനോ സോഷ്യൽ മോർഫോളജിയോ അല്ല ഒരു അഗ്രികൾച്ചറൽ സൊസൈറ്റിയിലുള്ളത്. ഇവിടെ രണ്ടും ഉള്ള ആൾക്കാരുടെ ബന്ധങ്ങൾ, അവരുടെ ഒരു ഗ്രൂപ്പ് ബോണ്ടിങ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഇതിലൂടെയൊക്കെയാണ് ഡിവിഷൻ ഓഫ് ലേബറിന്റെ കാരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ കംപ്ലീറ്റ്ലി ഒരു എക്കണോമിക് ഒരു ലെൻസിൽ നിന്നും മാറി ഒരു സോഷ്യോളജിക്കൽ ലെൻസിലേക്ക് പോയാലേ, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ ഒരു എഫക്ട് അല്ലെങ്കിൽ കൾച്ചറൽ കോണ്ടെക്സ്റ്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയാലേ നമുക്ക് ഈ ഒരു ഡിവിഷൻ ഓഫ് ലേബർ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്നാണ് ആര് പറഞ്ഞത്? ഇമെയിൽ ഡർക്കിം പറയുന്നത്. അപ്പൊ പാർട്ട് 1 നമ്മൾ ഇത്രയാണ് കവർ ചെയ്യുന്നത്. അപ്പൊ പാർട്ട് 2 നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബാക്കി തിയറിസ്റ്റുകളെ, പാഴ്സൺ, തോൾസ്റ്റൈൻ, വെബ്ലൻ, സിമ്മൽ, അപ്പോ ഇവരൊക്കെയാണ് നമ്മൾ ബാക്കി സെഷനിൽ കവർ ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഓൾ.